ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾ അതുൽ സാർ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. നീറ്റ് ആസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ വെയിറ്റേജ് തീരെ കുറഞ്ഞൊരു ചാപ്റ്ററാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. കാരണം ഇതിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. പക്ഷേ ഈ ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റ് ക്യാരി ഓവർ ചെയ്യും അടുത്ത ചാപ്റ്ററുകളിൽ. ഇനി വരുന്ന ചാപ്റ്റേഴ്സ് ചെയ്യണമെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റ് അറിഞ്ഞു തരികയുള്ളൂ. സോ ഈ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്, വെയിറ്റേജ് കുറവുമാണ്. നമുക്ക് നോക്കാം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെയാണെങ്കിൽ നമ്മൾ കോൺസെപ്റ്റ് വൈസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓരോ കോൺസെപ്റ്റ് പഠിച്ച ശേഷവും ആ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാത്തരം ക്വസ്റ്റ്യൻസും, മിക്കതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. സോ കോൺസെപ്റ്റ് പഠിക്കും, ട്രിക്ക് പഠിക്കും, ക്വസ്റ്റ്യൻസ് ചെയ്യും. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ചാപ്റ്ററാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, സോ നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് വർക്കാണ് മോഷൻ. എന്താണ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, കണ്ടോ, ഒരു കുഞ്ഞ് കട്ട ഇരിപ്പുണ്ട്. അത് അനങ്ങാതിരിക്കുകയാണ്. എൻ്റെ ഒരു സ്റ്റോപ്പ് വാച്ച് ഇരിപ്പുണ്ട്, എൻ്റെ ഒരു സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, കണ്ടോ, എൻ്റെ സ്റ്റോപ്പ് വാച്ചാണ്. ഇപ്പോൾ സ്റ്റോപ്പ് വാച്ച് അനങ്ങാതിരിക്കുകയാണ്, ഞാൻ അത് ഞെക്കിയിട്ടില്ല. സോ സമയം എത്രയാണ് ഞാൻ പറയും. ഒബ്സർവേഷൻ മുന്നേയുള്ള സമയം എത്രയാണ് എടുക്കുന്നത്? 0 ആയിട്ടാണ് എടുക്കുന്നത്. സോ 0 സെക്കൻഡ്. അവിടെ എ എന്ന പൊസിഷനിലാണ് ബോഡി ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഞെക്കി, സ്റ്റോപ്പ് വാച്ച് ഓടി തുടങ്ങി. സോ അടുത്ത സെക്കൻഡിൽ ഉണ്ടോ ബോഡിയുടെ പൊസിഷൻ ഇങ്ങോട്ട് ചേഞ്ചായി. സോ സമയം മാറുന്നതനുസരിച്ച് ബോഡിയുടെ പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ പറയും അതിനെ വിളിക്കുന്ന പേരാണ് മോഷൻ. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഈ ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്ത കാര്യം? ഫോർ എക്സാമ്പിൾ, ഒരു ഉൾക്കടലിലാണെങ്കിൽ ഒരു വഞ്ചിയിൽ നിങ്ങൾ കിടക്കുകയാണ്, വേറെ ആരുമില്ല. ഒരു വഞ്ചിയിൽ നിങ്ങളുണ്ട്, വേറെ ആരുമില്ല. ഇവിടെ കടലാണ്, നിങ്ങൾക്കൊന്നും കാണാൻ കഴിയില്ല, വെള്ളമല്ല, നിങ്ങൾക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം, നിങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടോ അല്ലയോ? നിങ്ങൾ നോക്കുമ്പോൾ ചുറ്റുപാടും വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടാവും. കാരണം മൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റെഫറൻസിന് ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ദ്വീപ് ഉണ്ടെന്ന് കരുതിക്കും, ഒരു ഐലൻഡ് ഉണ്ട്, ഇതൊരു ഐലൻഡാണ്. സോ ഐലൻഡുമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ അകന്നകന്നകന്ന് പോകുന്നു. ഐലൻഡ് നിങ്ങളുടെ കണ്ണിൽ മുന്നിൽ നിന്ന് മാറി മാറി പോകുന്നത് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉറപ്പായിട്ട് ഐലൻഡ് മൂവ് ചെയ്യില്ല. പകരം ആര് മൂവ് ചെയ്യുമായിരിക്കും? നിങ്ങൾ മൂവ് ചെയ്യും. സോ ഇവിടെ റെഫറൻസ് പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നിങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ മോഷന് ഒരു റെഫറൻസ് പോയിന്റ് ആവശ്യമുണ്ട്. ഒരു റെഫറൻസ് ആവശ്യമുണ്ട്. ഈ റെഫറൻസിനെ വിളിക്കുന്ന പേരാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. സോ എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫിക്സ്ഡ് ലൊക്കേഷനാണ്. നമ്മൾ വിചാരിക്കുന്നത് ഫ്രെയിം ഓഫ് റെഫറൻസ് മൂവ് ചെയ്യുന്നില്ല, അങ്ങനെ ആയിരിക്കണമെന്നില്ല. പലപ്പോഴും ഫ്രെയിം ഓഫ് റെഫറൻസ് മൂവ് ചെയ്യാൻ കഴിയും. പക്ഷേ നിങ്ങളിങ്ങനെ കരുതുക, ഫ്രെയിം ഓഫ് റെഫറൻസിന് മോഷനില്ല. അങ്ങനെയെങ്കിൽ ഈ ബോഡിയുടെ മോഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ ബോഡിയുടെ പൊസിഷൻ ആണെങ്കിൽ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പറയും ഈ വസ്തു എന്തിലായിരിക്കും? അത് മോഷനിലായിരിക്കും. മനസ്സിലായോ? സോ മോഷനെ തീരുമാനിക്കുന്നത് ആരാണ്? ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് ഇവിടെ ഇല്ല എങ്കിൽ നമ്മൾക്ക് മോഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയുകയില്ല. മനസ്സിലായോ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനൊരു ടേം, ഫ്രെയിം ഓഫ് റെഫറൻസ്. നിങ്ങൾ ഗ്രാഫ് പേപ്പറിലാണെങ്കിൽ ടീച്ചർ പറയുകയാണ് 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കും. അപ്പോൾ നിങ്ങൾ പറയും ഇവിടം തൊട്ട് നിങ്ങൾ ഇവിടം വരെ എടുക്കും, ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കും, ഇങ്ങനെ അങ്ങോട്ട് ലൈൻ വരയ്ക്കും. സോ നിങ്ങൾക്കൊരു ഒറിജിൻ പോയിന്റ് ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾക്കറിയാം എവിടെ നിന്ന് തുടങ്ങണമെന്നൊക്കെ അറിയാം. അപ്പോൾ ഈ ഒറിജിനെ വിളിക്കുന്ന പേരാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. സോ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഫറൻസ് പോയിന്റ് ആണ്, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് നമ്മുടെ റെഫറൻസ് ആണ്, ഇതിൽ നിന്ന് നമുക്ക് അളക്കണം. ഇപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ ദൂരം എത്രയാണ്? നമ്മൾ പറയും ഇതാണ് ബോട്ടിൻ്റെ ദൂരം. എവിടുന്ന് അളന്നത്? ഫ്രെയിം ഓഫ് റെഫറൻസിലാണ് അളന്നത്. കാര്യം മനസ്സിലായോ? സോ ഫ്രെയിം ഓഫ് റെഫറൻസ് വെച്ച് നമുക്ക് മോഷനെ ഡിറ്റർമിൻ ചെയ്യാൻ കഴിയും. ഇനിയാണെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് മാറുന്ന അനുസരിച്ച് മോഷൻ്റെ സ്വഭാവം മാറും. ഫോർ എക്സാമ്പിൾ ഇവിടെയാണെങ്കിൽ ഒരു മരമുണ്ട്, കണ്ടോ, നല്ല ഭംഗിയായൊരു മരമുണ്ട്, ഒരു പശുവുണ്ട്. പശു ഇങ്ങനെ പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്.
പശുവിൻ്റെ മുകളിലൊരു കാക്ക ഇരിപ്പുണ്ടെന്ന് കരുതുക. ഒരു കാക്കയാണ്. സോ മരത്തിനകത്തൊരു കുരങ്ങനുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാരെ വരച്ചില്ലേ. ഇനി നോക്കേ, പശുവാണെങ്കിൽ ഇങ്ങനെ നടന്ന് പുല്ല് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുരങ്ങൻ പറയുകയാണ്, ഞാൻ ഗ്രൗണ്ടാണ് റെഫറൻസ് എടുക്കാനുള്ളത്. ഇപ്പോൾ ഗ്രൗണ്ടിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ഗ്രൗണ്ടിനെ അടിസ്ഥാനപ്പെടുത്തി ഫ്രെയിം ഓഫ് റെഫറൻസ് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ഈ കാക്കയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ശരിയാണോ? ഇപ്പോൾ കുരങ്ങൻ പറയുകയാണ്, ഗ്രൗണ്ട് ആണ് നിങ്ങളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് എങ്കിൽ കാക്കയുടെ പൊസിഷൻ എന്ത് ചെയ്യുകയാണ്? ഗ്രൗണ്ടിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ കാക്ക ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഫ്രെയിം ഓഫ് റെഫറൻസ് നിന്ന് മാറ്റി പിടിക്കാൻ പോവുകയാണ്. ഇനി എൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് പശുവാണ്. സോ ഇതാണ് എൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പോൾ പശുവിൻ്റെ ഈ ഒരു ശരീരം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാക്ക അനങ്ങാതിരിക്കുകയാണ്. അപ്പോൾ പശുവാണ് നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് എങ്കിൽ കാക്ക എന്താണ്? അത് റെസ്റ്റിലാണ്. മനസ്സിലാവുണ്ടോ? പശുവാണ് ഇവിടെ ഫ്രെയിം ഓഫ് റെഫറൻസ് എങ്കിൽ കാക്ക റെസ്റ്റിലാണ്, കാക്ക അനങ്ങാതിരിക്കുകയാണ്. പക്ഷേ ഗ്രൗണ്ടാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എങ്കിൽ കാക്ക എന്ത് ചെയ്യുകയാണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിൽ നിന്ന് മനസ്സിലായി നമുക്ക് ഫ്രെയിം ഓഫ് റെഫറൻസ് മാറുന്നതനുസരിച്ച് ആർക്ക് മാറ്റമുണ്ട്? നമ്മുടെ ബോഡിയുടെ മോഷൻ ചിലപ്പോൾ റെസ്റ്റായിട്ട് ചേഞ്ച് ആവാം. ഈ കാര്യം മനസ്സിലായോ? സോ മോഷൻ അഥവാ റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് ടേമാണ്. അതായത് ഫ്രെയിം ഓഫ് റെഫറൻസ് മാറുന്നതനുസരിച്ച് മോഷൻ എന്തായിട്ട് മാറും? ചിലപ്പോൾ റെസ്റ്റായിട്ട് മാറും. അല്ലെങ്കിൽ മോഷൻ എന്ന് പറയുന്ന ടേം തന്നെ റിലേറ്റീവാണ്. അത് മറ്റൊന്നുമായിട്ട് ആശ്രയിച്ചിരിക്കുകയാണ്. അപ്പോൾ ആരുമായിട്ട് ആശ്രയിച്ചിരിക്കുന്നത്? റിലേറ്റീവ് ആശ്രയിച്ചിരിക്കുകയാണ്, മറ്റൊരു ക്വാണ്ടിറ്റിയുമായിട്ട് ആശ്രയിച്ചിരിക്കുകയാണ്, ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആരുമായിട്ടാണ്? ഫ്രെയിം ഓഫ് റെഫറൻസുമായിട്ട് മോഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സോ ഇത്രയും കാര്യം മനസ്സിലായോ? നമ്മൾ പഠിച്ചത് എന്താണ്? ഫ്രെയിം ഓഫ് റെഫറൻസ് എന്തെന്നാണ്. അപ്പോൾ മോഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നൊരു ഫാക്ടറാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണെന്ന്. ഇനിയാണെങ്കിൽ നമുക്ക് മോഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ബോഡി ഉണ്ട്. ബോഡിയാണെങ്കിൽ സമയം മാറുന്നതനുസരിച്ച് ബോഡിയുടെ പൊസിഷൻ അങ്ങോട്ട് ചേഞ്ച് ചെയ്യുകയാണ്. കണ്ടോ? സമയം 1 സെക്കൻഡായി, പൊസിഷൻ എന്ത് ചെയ്ത് എയിൽ നിന്ന് ബിയിലേക്ക് വന്നു. സമയം വീണ്ടും മാറി, അപ്പോൾ ബോഡിയുടെ പൊസിഷൻ വീണ്ടും ചേഞ്ചായി. അപ്പോൾ ഇവിടെ ആരാണ് ചേഞ്ച് ആയത്? ബോഡിയുടെ പൊസിഷൻ ചേഞ്ചായി. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഗ്രാഫ് പേപ്പറിലേ, ഇപ്പോൾ ഗ്രാഫ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്രാഫ് പേപ്പറിൽ 2 ആക്സിസ് ഉണ്ട്. ഏതൊക്കെ ആക്സിസ് ഉണ്ട്? എക്സ് ആക്സിസ് ഉണ്ടായിരുന്നു, അതുപോലെ വൈ ആക്സിസ് ഉണ്ട്. അപ്പോൾ ഒരു ഗ്രാഫ് പേപ്പറിൽ 2 ആക്സിസ് ഉണ്ട് നമുക്കറിയാം. ഇവിടുത്തെ ഒരു പോയിൻ്റ് ഉണ്ട്, എ എന്ന പോയിൻ്റ് ഉണ്ട്. ഈ എ എന്ന പോയിന്റിനെ ഡിനോട്ട് ചെയ്യാൻ നമുക്ക് 2 കോർഡിനേറ്റ്സ് കാണും. എക്സ് കോർഡിനേറ്റും കാണും, വൈ കോർഡിനേറ്റും കാണും. ശരിയാണോ? ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിനെ ഡിനോട്ട് ചെയ്യാൻ 2 കോർഡിനേറ്റ്സ് ഉണ്ട്. എക്സ് കോർഡിനേറ്റും ഉണ്ട്, വൈ കോർഡിനേറ്റും ഉണ്ട്. ഇത് എക്സ് ആക്സിലെ പോയിന്റ് ആണ്. അതുകൊണ്ട് ഇവിടെ വൈ കോർഡിനേറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. എക്സ് ആക്സിൽ വൈ കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇവിടുത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ നമ്മൾ പറയും 1 0 എന്ന് പറയും. ഇത് 2 ആണെങ്കിൽ പറയും 2 0 എന്ന് പറയും. ഇത് 3 ആണെങ്കിൽ പറയും 3 0 എന്ന് പറയും. ശരിയല്ലേ? അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു ആക്സിസ് ഉണ്ട്. ആക്സിലെ പോയിന്റുകളെ സൂചിപ്പിക്കുന്നത് കോർഡിനേറ്റ്സ് വെച്ചാണ്. അങ്ങനെയെങ്കിൽ ഇവിടെയാണെങ്കിൽ ഈ ബോഡിയുടെ പൊസിഷൻ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം, 2 0. അത് ബിയിലേക്ക് എത്തി, അത് 3 0 എത്തിച്ചേർന്നു. അത് സിയിലെത്തി, അത് 4 0 എത്തിച്ചേർന്നു. ഇവിടെ ഏത് കോർഡിനേറ്റാണ് ചേഞ്ച് ചെയ്യുന്നത്? ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് ആരാണ്? ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് എക്സ് കോർഡിനേറ്റ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. കണ്ടോ? വൈ കോർഡിനേറ്റ് എന്താണ്? എപ്പോഴും 0 ആണ്. അത് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇത്തരം മോഷനെ വിളിക്കുന്ന പേരാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സോ എന്താണ് മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്? ഒരു ബോഡി മൂവ് ചെയ്യുകയാണ്, ഉറപ്പായിട്ടും അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉറപ്പായിട്ടും അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പൊസിഷനെ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? 2 കോർഡിനേറ്റ്സ് വെച്ചാണ്. ഇവിടെ എക്സ് കോർഡിനേറ്റും ഉണ്ട്, വൈ കോർഡിനേറ്റും ഉണ്ട്. അങ്ങനെയെങ്കിൽ അതിൽ ഒരു കോർഡിനേറ്റ് മാത്രമാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ കോർഡിനേറ്റ് ആണെങ്കിൽ ചേഞ്ച് ചെയ്യുന്നില്ല. അത് 0 ആണെന്ന് നിർബന്ധമില്ല, അത് ചേഞ്ച് ചെയ്യുന്നില്ല.
അങ്ങനെയെങ്കിൽ നമ്മൾ പറയും അത്തരം മോഷനെ വിളിക്കുന്ന പേരാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. കാരണം ഞാൻ ഇതൊക്കെ പറഞ്ഞു തരാൻ കാരണം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഗ്രാഫ് പേപ്പറിൽ ഞാനാണെങ്കിൽ ഒരു മോഷൻ വരയ്ക്കാൻ പോവാണ്. എൻ്റെ ഗ്രാഫ് പേപ്പറാണ്. നമുക്കറിയാം ഗ്രാഫ് പേപ്പറിൽ എക്സ് ആക്സിസ് ഉണ്ട്, ഗ്രാഫ് പേപ്പറിൽ വൈ ആക്സിസ് ഉണ്ട്. ഇതൊരു മോഷനാണ്. ഞാൻ പേന ഇങ്ങനെ വരച്ചു, പേന കൊണ്ട് ഇങ്ങനെ വര വരച്ചു, അല്ലെങ്കിൽ ഈ വരയിലൊരു ഉറുമ്പിങ്ങനെ എഴഞ്ഞു പോയി. ഇത് മോഷൻ്റെ സ്ട്രെയിറ്റ് ലൈൻ ആണോ? നിങ്ങൾ പറയും ആണ് സാർ. ഇവിടെയാണെങ്കിൽ സാറ് നേരെയിൽ വര വരച്ചത്, ഇത് മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. പക്ഷേ തെറ്റാണ്. ഇതെന്തല്ല, മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ അല്ല. കാരണം എന്താണ്? ഇത് മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്തതിന് കാരണം ഇവിടെയാണെങ്കിൽ ഞാൻ 2 കോണിട്ട് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഇത് 1, ഇത് 1. സോ ഇവിടുത്തെ പോയിന്റ് എന്താണ്? 1 1. അടുത്ത പോയിന്റ് മാർക്ക് ചെയ്തു. ഇത് 2 ആണ്, ഇതും 2 ആണ്. സോ എന്താണ്? 2 2. നോക്ക്, ഇവിടെ ഏതൊക്കെ കോണിട്ട് ചേഞ്ച് ആയി? എക്സ് കോണിട്ടും ചേഞ്ച് ആയി, വൈ കോണിട്ടും ചേഞ്ച് ആയി. നോക്ക്, ഇതെന്താണ്? എക്സ് കോണിട്ട്, ഇതെന്താണ്? വൈ കോണിട്ട്. ഇത് എക്സ് കോണിട്ട്, ഇത് വൈ കോണിട്ട്. നോക്ക്, എക്സ് കോണിട്ട് നേരത്തെ 1 ആയിരുന്നു, അത് 2 ആയിട്ട് മാറി. അതുപോലെ വൈ കോണിട്ട് നേരത്തെ 1 ആയിരുന്നു, അതും 2 ആയിട്ട് മാറി. അപ്പോൾ ആരൊക്കെ ചേഞ്ച് ആയി? എക്സ് കോണിട്ടും വൈ കോണിട്ടും ചേഞ്ച് ആയി. അങ്ങനെയെങ്കിൽ ഇതെന്തല്ല, ഇത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അല്ല. പകരം എന്താണിത്? ഇത് മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. കാര്യം ഇത് പ്ലെയിനിലുള്ളൊരു മോഷനാണ്. നമ്മൾ അതിനെപ്പറ്റി അടുത്ത ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കും. സോ മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബോഡി എങ്ങനെ ആയിരിക്കണം മൂവ് ചെയ്യേണ്ടത്? അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എങ്ങനെ മൂവ് ചെയ്തോട്ടെ, അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോർഡിനേറ്റ്, എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഇസഡ് കോർഡിനേറ്റ്, ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് മാത്രമേ അതിൻ്റെ പൊസിഷനിൽ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയെങ്കിൽ അത്തരം മോഷനെ വിളിക്കുന്ന പേരാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. മോഷൻ എ സ്ട്രെയിറ്റ് ലൈന് വീണ്ടും ചില പേരുകളുണ്ട്. മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ്റെ അടുത്ത പേരാണ് 1 ഡയമെൻഷണൽ മോഷൻ. 1 ഡയമെൻഷണൽ മോഷൻ. വേറെ പേരുണ്ട് റെക്ലീനിയർ മോഷൻ. റെക്റ്റിലീനിയർ മോഷൻ. സോ റെക്ലീനിയർ മോഷൻ അല്ലെങ്കിൽ 1 ഡയമെൻഷൻ മോഷൻ, മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോഡി മൂവ് ചെയ്യുകയാണ്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒരു കോർഡിനേറ്റ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. പൊസിഷൻ കോർഡിനേറ്റിലെ ഒരു കോർഡിനേറ്റ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും അത്തരം മോഷനെ വിളിക്കുന്ന പേരാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ആ പേര് മനസ്സിലായി കാണും. നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന പേരെന്താണ്? മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ. ആ പേരിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായി കാണും. മനസ്സിലായില്ലേ? എന്താണ് ആ പേരിൻ്റെ മീനിങ് എന്ന് പറയുന്നത്? ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷൻ ഉറപ്പായിട്ടും ചേഞ്ച് ചെയ്യും, അതിൻ്റെ സ്ഥാനം ഉറപ്പായിട്ടും മാറും. സ്ഥാനത്തിന് നമ്മൾ കോർഡിനേറ്റ്സ് വെച്ചാണ് സൂചിപ്പിക്കുന്നത്. അതിൽ ഒരു കോർഡിനേറ്റ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത്തരം മോഷനെ വിളിക്കുന്ന പേരാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഇനിയാണെങ്കിൽ അപ്പോൾ നമുക്ക് തോന്നാം ഇത്തരം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ എക്സാമ്പിൾസ് ഉണ്ടെന്ന് തോന്നാം. ഉണ്ട്. ഒരു മഴത്തുള്ളിയാണെങ്കിൽ നേരെ താഴോട്ട് വീഴുകയാണ്. കണ്ടോ? മഴത്തുള്ളി താഴോട്ട് വീഴുകയാണ്. എന്ത് മോശനാണ്? കാറ്റൊന്നും ഇല്ലെങ്കിൽ മഴത്തുള്ളി നേരെ താഴോട്ടാണ് പോണേ. എന്ത് മോശനാണ്? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അല്ലെങ്കിൽ ഒരു കാറാണെങ്കിൽ, ഒരു കുഞ്ഞൻ കാറാണെങ്കിൽ ദേ ഒരു സ്ട്രെയിറ്റ് റോഡിലൂടെ സഞ്ചരിക്കുകയാണ്. എന്ത് മോശനാണ്? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അതുപോലെ പ്രകാശമാണെങ്കിൽ, ലൈറ്റ് ആണെങ്കിൽ ഒരു മീഡിയത്തിലൂടെ സഞ്ചരിക്കുകയാണ്. എങ്ങനെ സഞ്ചരിക്കുന്നത്? സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുന്നത്. അതൊക്കെ എന്താണ്? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിന് എക്സാമ്പിൾസ് ആണ്. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന എല്ലാ എക്സാമ്പിൾസ് ഇതുപോലെയാണ്. ഒന്നുകിൽ എക്സ് ആക്സ് അല്ലെങ്കിൽ വൈ ആക്സ് അല്ലെങ്കിൽ ഇസഡ് ആക്സ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു ആക്സിന് പാരലൽ അല്ലെങ്കിൽ എലോങ് ആയിട്ടുള്ള മോഷനെ വിളിക്കുന്ന പേരാണ് മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതല്ലാതെ വല്ല മോഷൻ ഉണ്ടോ? ആക്സിലൂടെ മാത്രമേ അല്ലെങ്കിൽ ആക്സിന് പാരലായിട്ട് മാത്രമേ മോഷൻ ഉണ്ടാവുകയുള്ളൂ, വേറെ വല്ല മോഷൻ ഉണ്ടാകുമോ? നമ്മൾ ഇപ്പം എന്താണ് പറഞ്ഞത്? ഇതൊരു ഗ്രാഫ് പേപ്പറാണ്. ഗ്രാഫ് പേപ്പറിൽ 2 ആക്സിസ് ഉണ്ട്. ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുക. അപ്പോൾ ആക്സിന് പാരലായിട്ട് മൂവ് ചെയ്യുകയാണ് അല്ലേ? എക്സ് ആക്സിന് പാരലായിട്ട് മൂവ് ചെയ്യുകയാണ്. ഇത് 1 ഡയമെൻഷൻ മോഷനാണോ 2 ഡയമെൻഷൻ മോഷനാണോ? നോക്കാം. ഞാനൊരു പേര് കൊടുക്കാൻ പോവാണ്. ഇവിടെ 5 ആണെന്ന് എഴുതിക്കോ. സോ ഇത് 0 1 2 3 4. സോ ഇവിടുത്തെ കോർഡിനേറ്റ് മാർക്ക് ചെയ്യാം. ഇവിടുത്തെ കോർഡിനേറ്റ് എന്താണ്? 1 5.
അടുത്ത കോർഡിനേറ്റ് എന്താണ് 2 5, അടുത്ത കോർഡിനേറ്റ് എന്താണ് 3 5, അങ്ങനെ പോലെ 4 5. ഇവിടെ ആരാണ് ചേഞ്ച് ചെയ്യുന്നത് 1 2 3 4 എക്സ് കോർഡിനേറ്റ് ചേഞ്ച് ആയി. വൈ കോർഡിനേറ്റ് മാറ്റം ഉണ്ടായിരുന്നോ? വൈ കോർഡിനേറ്റിന് മാറ്റമില്ലായിരുന്നു. അപ്പോൾ വൈ കോർഡിനേറ്റ് മാറിയിട്ടില്ല, 5 തന്നെയാണ്. പക്ഷേ ആര് ചേഞ്ചായി? എക്സ് കോർഡിനേറ്റ് ചേഞ്ചായി. സോ എന്ത് മോഷനാണത്? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നുകിൽ ആക്സിലൂടെ കടന്നു പോകണം, അല്ലെങ്കിൽ ആക്സിന് പാരലായിട്ട് കടന്നു പോകണം. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ 1 ഡയമെൻഷണൽ മോഷൻ അല്ലെങ്കിൽ റെക്ലിനിയർ മോഷനാണ്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. നമ്മൾ ഇതിനെ പറ്റിയാണ് പഠിക്കാൻ പോണത്. അപ്പോൾ ഇതല്ലാതെ മറ്റു ചില മോഷൻ ഉണ്ടോ? ഇങ്ങനെ മാത്രമേ മോഷൻ ഉണ്ടായിരുന്നുള്ളൂ? വേറെ രീതിയിൽ മോഷൻ ഉണ്ടായിക്കൂടെ? ഉണ്ടാകാം. നോക്കാം, വേറെ രീതിയിലുള്ള മോഷനെ പറ്റി നോക്കാം നമുക്ക്. ഇവിടെ ഒരു ഗ്രാഫ് പേപ്പർ ഉണ്ട്. ഗ്രാഫ് പേപ്പറിനകത്ത് നമുക്കറിയാം 2 ആക്സിസ് ഉണ്ട്. ഏതൊക്കെയാണ്? നിങ്ങൾ ഉറക്കെ പറയും. എക്സ് ആക്സിസും ഉണ്ട് സാർ, വൈ ആക്സിസും ഉണ്ട്. ഒരു കുഞ്ഞൻ ഉറുമ്പാണെങ്കിൽ ഇങ്ങനെ എഴഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു, എൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്തു. ആ പൊസിഷനാണ്, അതിൻ്റെ പൊസിഷനാണ് എ. അപ്പോൾ എ എന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റും ഉണ്ട്, വൈ കോർഡിനേറ്റും ഉണ്ട്. ശരിയല്ലേ? അവിടെ എക്സ് കോർഡിനേറ്റും ഉണ്ട്, വൈ കോർഡിനേറ്റും ഉണ്ട്. ആ ഉറുമ്പ് എഴഞ്ഞ് ഇവിടെ എത്തി, അത് ബിയിലെത്തി. അവിടെ എന്തൊക്കെ ഉണ്ട്? എക്സ് കോർഡിനേറ്റും ഉണ്ട്, വൈ കോർഡിനേറ്റും ഉണ്ട്. അപ്പോൾ ആരൊക്കെ ചേഞ്ച് ആകും? എക്സ് കോർഡിനേറ്റും ചേഞ്ച് ആവും, വൈ കോർഡിനേറ്റും ചേഞ്ച് ആവും. ഒരു മോഷൻ്റെ പൊസിഷനിൽ ഏതൊക്കെ കോർഡിനേറ്റ് ചേഞ്ച് ആവുന്നുണ്ട്? 2 കോർഡിനേറ്റും ചേഞ്ച് ആവുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ പറയും അത്തരം മോഷനെ വിളിക്കുന്ന പേരാണ് 2 ഡയമെൻഷണൽ മോഷൻ. 2 ഡയമെൻഷണൽ മോഷൻ 2D ആണ്. അല്ലെങ്കിൽ ഒരു മറ്റൊരു പേരുണ്ട് മോഷൻ ഇൻ എ പ്ലെയിൻ. കണ്ടോ? പ്ലെയിൻ, തലം. എന്താ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഗ്രാഫ് പേപ്പർ എടുക്കുകയാണ്. നിങ്ങൾക്കറിയാം ഗ്രാഫ് പേപ്പറിൽ 2 ആക്സിസ് ഉണ്ട്. ഇവിടെ എക്സും വൈയും തന്നെ വരയ്ക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇസഡ് എക്സ് എന്ന് എടുക്കാം, അല്ലെങ്കിൽ വൈ ഇസഡ് എന്ന് എടുക്കാം. 2 ആക്സിസ് മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഗ്രാഫ് പേപ്പറിൽ നമ്മൾ 2 ആക്സിസ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനിയാണെങ്കിൽ ഈ 2 ആക്സിസിൻ്റെ ഇടയിലാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഏരിയ കാണുന്നുണ്ട് അല്ലേ കുഞ്ഞുങ്ങളെ? ഇവിടെ എന്ത് കാണുന്നുണ്ട്? കുറച്ച് ഏരിയ കാണുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ബുക്കിലാണെങ്കിൽ ഇങ്ങനെ ഒരു പടം വരച്ചു കഴിഞ്ഞാൽ അതെന്താണ്? പ്ലെയിനിലാണ് പടം വരയ്ക്കുന്നത്, ആ ഏരിയയിലാണ്. കേട്ടോ, ബുക്കിൽ നമുക്ക് 2 ആക്സിസ് വരയ്ക്കാൻ കഴിയും. ആ 2 ആക്സിനുള്ള ഇടയിലുള്ള ഏരിയയാണ് നമ്മൾ പേപ്പർ എന്ന് പറയുന്നത്. ആ പേപ്പറാണ് നിങ്ങൾ പടം വരയ്ക്കുന്നതെങ്കിൽ ആ പടം എന്ത് പടമാണ്? 2D പടമാണ്. മനസ്സിലായോ? അതെന്താണ്? പ്ലെയിനുള്ളൊരു പടമാണ്. ഈ പ്ലെയിൻ്റെ പേരെന്താണ്? പ്ലെയിനിന് പേരുണ്ട്. ഈ പ്ലെയിൻ്റെ പേരെന്താണ്? എക്സ് വൈ പ്ലെയിൻ. എക്സ് വൈ പ്ലെയിൻ. കാര്യം എക്സ് ആക്സിൻ്റെയും വൈ ആക്സിൻ്റെയും ഇടയിലുള്ള ഏരിയ ആയിരുന്നു അത്, അല്ലെങ്കിൽ ഇടയിലുള്ള പ്ലെയിൻ ആയിരുന്നു അത്. അപ്പോൾ ആ പ്ലെയിനെ വിളിക്കുന്ന പേരെന്താണ്? എക്സ് വൈ പ്ലെയിൻ. അങ്ങനെയെങ്കിൽ ഗ്രാഫ് പേപ്പർ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഇസഡ് ആക്സ് വരയ്ക്കുകയാണ്, ഇവിടെ നിങ്ങൾ വൈ ആക്സ് വരയ്ക്കുകയാണ്. ഈ പ്ലെയിനെ വിളിക്കുന്ന പേരെന്താണ്? നിങ്ങൾ പറയും അത് വൈ ഇസഡ് പ്ലെയിൻ ആണെന്ന് പറയും. ശരിയല്ലേ? നിങ്ങൾക്ക് തിരിച്ചും പറയാം ഇസഡ് വൈ പ്ലെയിൻ എന്നും പറയാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്ലെയിൻ മനസ്സിലായി, എന്താണ് പ്ലെയിൻ എന്ന് മനസ്സിലായി. സോ പ്ലെയിനിലൂടെ മൂവ് ചെയ്യുകയാണ്, ഉറുമ്പ് പേപ്പറിലൂടെ അഴിഞ്ഞു പോവുകയാണ്. എന്ത് മോഷനാണ്? അത് 2 ഡയമെൻഷൻ മോഷനാണ്. കാരണം എന്താണ്? ആ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്? എക്സ് കോർഡിനേറ്റും ചേഞ്ച് ചെയ്യുന്നുണ്ട്, വൈ കോർഡിനേറ്റും ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ പറയും എന്താണത്? 2 ഡയമെൻഷണൽ മോഷനാണ്. ഓക്കെ ആണോ? ഇതുപോലെ ഞാൻ ഈ ഉറുമ്പിനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണെങ്കിൽ ഒരു ചിത്രശലഭത്തെ എടുക്കാൻ പോവുകയാണ്, പൂമ്പാറ്റ എടുക്കാൻ പോവുകയാണ്, ബട്ടർഫ്ലൈ. അതിങ്ങനെ പാറിക്കളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യും? നമുക്ക് ഉറപ്പായിട്ടും അറിയാം അത് 3D ആണ്, 3 ഡയമെൻഷനിലായിരിക്കും. എക്സ് കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യും, വൈ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യും, ഇസഡ് കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യും. ശരിയല്ലേ? അത് എക്സ് ആക്സിൽ മൂവ് ചെയ്യും, വൈ ആക്സിൽ മൂവ് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്, ഇസഡ് ആക്സിൽ മൂവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതെന്ത് ചെയ്യും? അങ്ങനെ പാറി കളിക്കുമ്പോൾ എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, ഇസഡ് കോർഡിനേറ്റ്, അങ്ങനെ 3 കോർഡിനേറ്റും അതിൻ്റെ പൊസിഷൻ വെക്ടറിൽ ചേഞ്ച് ആകും, അല്ലെ പൊസിഷനിൽ ചേഞ്ച് ആകും. അതുകൊണ്ട് നമ്മൾ പറയും എന്താണത്? ഇത് 3 ഡയമെൻഷണൽ മോഷനാണ്. സോ 3 ഡയമെൻഷണൽ മോഷൻ നമുക്ക് അധികം പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ളത് 1 ഡയമെൻഷണൽ മോഷനും 2 ഡയമെൻഷണൽ മോഷനുമാണ്. 1 ഡയമെൻഷണൽ മോഷനെ പറ്റി വിശദമായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. 2 ഡയമെൻഷണൽ മോഷനെ പറ്റി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. സോ നമുക്ക് ചാപ്റ്ററിന് ഇൻട്രൊഡക്ഷൻ മനസ്സിലായല്ലോ. എന്താണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ? ഇതിൻ്റെ മീനിങ് എന്താണ്?
ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷനിൽ ഒരു കോർഡിനേറ്റ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും അത്തരം മോഷനെ വിളിക്കുന്ന പേരാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സോ നമ്മൾ ഇതിവിടെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കേട്ടത് ചാപ്റ്ററിൻ്റെ പേരെന്തെന്ന് നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് അതിൻ്റെ ഫീൽ കിട്ടിക്കഴിഞ്ഞോ? എന്താണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആ ഫീൽ കിട്ടിക്കഴിഞ്ഞോ? അങ്ങനെ നമുക്ക് അതിൻ്റെ കണ്ടൻസ് ഈ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. ഈ ചാപ്റ്ററിൽ പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ളത് പൊസിഷൻ, പാത്ത് ലെങ്ത് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. പൊസിഷൻ, പാത്ത് ലെങ്ത്, ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങൾ ചെറിയ ക്ലാസ്സിലേക്ക് കേട്ടൊരു കോൺസെപ്റ്റാണ്. അതുപോലെ ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ്. നീറ്റ് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിച്ചു തുടക്കുന്ന ഭാഗം ഇതാണ്. ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ് നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ കോൺസെപ്റ്റ് പഠിച്ച് ട്രിക്ക് പഠിച്ചതിന് ശേഷം ധാരാളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആൻഡ് സ്പീഡ് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. കാര്യം അതും നീറ്റ് എക്സാമിനേഷന് പലതവണ ചോദിച്ചതാണ്. ആക്സിലറേഷൻ, കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഈ ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററും അടുത്ത ചാപ്റ്ററിന് അങ്ങോട്ട് വരുന്ന എവിടെയൊക്കെ മെക്കാനിക്സ് വരുന്നുണ്ടോ അവിടെ എല്ലാം നമ്മൾ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് അറിയേണ്ടി വരും. സോ അത് വളരെ വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ആവണം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഗ്രാഫ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫിൻ്റെ ബേസിക്സ് തൊട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ മോഷൻ അണ്ടർ ഗ്രാവിറ്റി, റിലേറ്റീവ് വെലോസിറ്റി, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുകൾ. സോ നമുക്ക് പഠിച്ചു തുടങ്ങാം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൊസിഷൻ, പാത്ത് ലെങ്ത് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് പഠിച്ചു തുടങ്ങാം. പൊസിഷൻ, പാത്ത് ലെങ്ത് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ നമ്മുടെ ഫസ്റ്റ് കോൺസെപ്റ്റാണ് പൊസിഷൻ, പാത്ത് ലെങ്ത് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതിൽ നിന്നും ധാരാളം ക്വസ്റ്റ്യൻസ് ഒന്നും പരീക്ഷ ചോദിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാനിതൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. അങ്ങനെ നീറ്റ് എക്സാമിനേഷന് ഈ ഇടയ്ക്കൊന്നും ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ കോൺസെപ്റ്റ് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് കോൺസെപ്റ്റ് അറിയാതെ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ പറ്റത്തില്ല. അതുപോലെ പല ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺസെപ്റ്റ് മറ്റുള്ള ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഈ കോൺസെപ്റ്റ് കയറി വരികയുണ്ട്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് അതുപോലെ പാത്ത് ലെങ്ത്, പൊസിഷൻ്റെ കോൺസെപ്റ്റ് അറിഞ്ഞേ മതിയാകുകയുള്ളൂ. സോ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഡിസ്പ്ലേസ്മെൻറ്റ്, പാത്ത് ലെങ്ത്, പൊസിഷൻ. ഞാൻ ആദ്യമേ ഡിസ്പ്ലേസ്മെൻറ്റിനെ പറ്റി എടുക്കാൻ പോവുകയാണ്. കാരണം നിങ്ങൾ ചെറിയ ക്ലാസ്സിലേക്ക് കേട്ടൊരു വാക്കാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. പാത്ത് ലെങ്തും പൊസിഷനും വിട്ടേക്ക് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കാൻ പോവുകയാണ്. നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ എനിക്കറിയാം ഉറപ്പുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള വാക്കുകളാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാലും ഞാൻ പറയുകയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനിഷ്യൽ ആൻഡ് ദ ഫൈനൽ പൊസിഷൻ ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഒരു ബോഡി ആണെങ്കിൽ മൂവ് ചെയ്യുകയാണ് കുഞ്ഞുങ്ങളെ. ആ ബോഡി ഇവിടെ ഇരുന്നയായിരുന്നു. t ഈസ് ഈക്വൽ ടു 0 സെക്കൻഡിൽ കണ്ട ഒബ്സർവേഷന് മുന്നേ ഇവിടെ ഇരുന്നയാണ്. എ എന്ന പൊസിഷനിൽ ഇരുന്നയാണ്. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും t ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ് ആയപ്പോഴത്തേക്കും ബോഡിയുടെ പൊസിഷൻ ഇങ്ങോട്ട് ചേഞ്ച് ആയി. അതായത് ഇതാണ് ഇനിഷ്യൽ പൊസിഷൻ, ഇതാണ് ഫൈനൽ പൊസിഷൻ. സോ ഇനിഷ്യൽ പൊസിഷനുമുണ്ട്, ഫൈനൽ പൊസിഷനുമുണ്ട്. ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലേക്കുള്ള നേർരേഖാ ദൂരത്തിനെ വിളിക്കുന്ന പേരാണ്, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണത്. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ പോയിന്റ്സ് എന്തൊക്കെയാണ്. ഫോളോയിങ് പോയിന്റ് ഷുഡ് ബി നോട്ടഡ് അബൌട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് മേ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് ഏതൊക്കെ വാല്യൂ വരാം? പോസിറ്റീവ് വാല്യൂ വരാം, നെഗറ്റീവ് വാല്യൂ വരാം, 0 വാല്യൂ വരാം. സോ പോസിറ്റീവ് വാല്യൂ നമുക്കറിയാം, നമുക്കറിയാവുന്ന കാര്യമാണ് പോസിറ്റീവ് വാല്യൂ. ഫോർ എക്സാമ്പിൾ ഗ്രാഫ് പേപ്പറാണിത്. ഗ്രാഫ് പേപ്പറിൽ എക്സ് കോർഡിനേറ്റ് ഉണ്ട്, വൈ കോർഡിനേറ്റ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ ബോഡി ഇരിക്കുകയാണ് 3 മീറ്റർ എന്ന പൊസിഷനിൽ ബോഡി ഇരിക്കുകയാണ്. സോ ഒറിജിനിൽ നിന്നും 3 മീറ്റർ അകലെ ബോഡി ഇരിക്കുകയാണ്. ആ ബോഡി ട്രാവൽ ചെയ്ത് 6 മീറ്റർ ദൂരം എത്തിക്കഴിഞ്ഞു. സോ ഇവിടെയാണെങ്കിൽ ഇനീഷ്യൽ പൊസിഷൻ ഇതായിരുന്നു, ഇത് ഫൈനൽ പൊസിഷനാണ്. സോ ഇവിടുന്ന് ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്തു. സോ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. എപ്പോഴും എങ്ങനെ എടുക്കേണ്ടത്? ഡിസ്പ്ലേസ്മെൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. മനസ്സിലായോ? ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എന്താണ്?
ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. അങ്ങനെയെങ്കിൽ ഫൈനൽ പൊസിഷൻ എത്രയാണ്? 6 ആണ്. ഇനിഷ്യൽ പൊസിഷൻ എത്രയാണ്? 3 ആണ്. സോ 6 - 3 എത്ര കിട്ടും? നമുക്ക് 3 മീറ്റർ എന്ന് കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ പോസിറ്റീവ് കിട്ടി. മനസ്സിലായോ? ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്താണ് പറഞ്ഞത് ഇവര്? ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവുമാകും. എപ്പോഴാണ്? ഇനി ഇങ്ങനെ എഴുതിക്കോ, ബോഡി ഇവിടെ നിന്നും ഇങ്ങോട്ട് തിരിച്ചു വരികയാണെന്ന് വിചാരിച്ചോ. ബോഡി ഇവിടെ നിന്നും ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ. ഏതാ ഫൈനൽ പൊസിഷൻ? രണ്ടാമത്തെ കേസിൽ ഇതാണ് ഫൈനൽ പൊസിഷൻ. കണ്ടോ, ബോഡി ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. സോ ഇതാണ് ഫൈനൽ പൊസിഷൻ, ഇത് ഇനിഷ്യൽ പൊസിഷൻ ആണ്. സോ നമ്മൾ പറയും രണ്ടാമത്തെ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ. ഇതാണ് 3 ആണ് ഫൈനൽ പൊസിഷൻ. കാര്യം ഇവിടെ നിന്നും ഇങ്ങോട്ട് വരികയാണ്. ഇതാണ് ഫൈനൽ പൊസിഷൻ. 3 - 6 വിച്ച് ഈസ് ഈക്വൽ ടു -3 മീറ്റർ. നമുക്ക് ആൻസർ കിട്ടും -3 മീറ്റർ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആകാൻ കഴിയും, അതുപോലെ നെഗറ്റീവ് ആകാനും കഴിയും. നെഗറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മീനിങ് എന്താണ്? തിരിച്ചു വരികയാണെന്നാണ് എൻ്റെ മീനിങ്. മനസ്സിലായോ? നമ്മൾ കണക്കാക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്നും കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്നും തിരിച്ചു വരികയാണ് ബോഡി. അതാണ് ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആവുന്നതിൻ്റെ മീനിങ്. ശ്രദ്ധിക്കണം, നെഗറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0-നേക്കാളും ചെറിയ വാല്യൂ ആണെന്ന് കരുതരുത്. ഇത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു കാണും, സ്കെയിലാർ ക്വാണ്ടിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റിയും. ശ്രദ്ധിച്ചിരിക്കണം, ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. ഈ കോൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ ഉപകാരപ്പെടും. സോ നമുക്ക് പ്രധാനമായിട്ടും 2 തരം ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇതൊക്കെയാണ് സ്കെയിലാർ ക്വാണ്ടിറ്റിയും ഉണ്ട്, വെക്റ്റർ ക്വാണ്ടിറ്റിയും ഉണ്ട്. സ്കെയിലാർ ക്വാണ്ടിറ്റി എടുക്കാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ മാസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് പോസിറ്റീവ് വാല്യൂ ഉണ്ട്. ഇനി സ്കെയിലാർ ക്വാണ്ടിറ്റി നെഗറ്റീവ് ആയതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ മീനിങ് 0-നേക്കാളും ചെറിയ വാല്യൂ ആണ്. മാസിന് അങ്ങനെ വാല്യൂ ഉണ്ടാവുകയില്ല. മനസ്സിലായോ? സോ സ്കെയിലാർ ക്വാണ്ടിറ്റി നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയുടെ വാല്യൂ നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അത് 0-യേക്കാളും ചെറിയ വാല്യൂ തന്നെയാണ്. പക്ഷേ വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് എങ്കിൽ ആ വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് നെഗറ്റീവ് വാല്യൂ വന്നു. അതിൻ്റെ മീനിങ് എന്താണ്? അത് 0-യേക്കാളും ചെറിയ വാല്യൂ എന്നല്ല, പിന്നെന്താണ്? അതിൻ്റെ ഡയറക്ഷൻ തലതിരിഞ്ഞു വന്നു എന്നാണ്. നേരത്തെ അങ്ങോട്ടാണ് പോയെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ടാണ് വരുന്നതാണ് അതിൻ്റെ മീനിങ്. സോ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നാണ് മീൻ ചെയ്യുന്നത്. അത് അങ്ങോട്ടാണ് പോകുന്നത് നേരത്തെ, ഇനി തിരിച്ചാണ് വന്നത് ഇപ്പോൾ. ഇതാണ് ആ നെഗറ്റീവ് സൈൻ പറഞ്ഞു തന്നത്. അല്ല എന്തല്ല, 0-യേക്കാളും ചെറിയ വാല്യൂ എന്നല്ല. ഫോഴ്സ് -8 ന്യൂട്ടൺ, അതിൻ്റെ മീനിങ് എന്താണ്? ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കൊടുത്തതെന്നാണ്. വെലോസിറ്റി -5 മീറ്റർ/സെക്കൻഡ്, അതിൻ്റെ മീനിങ് എന്താണ്? ആ ബോഡി തിരിച്ച് സഞ്ചരിച്ചെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും വെക്റ്റർ ക്വാണ്ടിറ്റി നിങ്ങൾ കണ്ടു, അതിന് നെഗറ്റീവ് സൈൻ കണ്ടു, അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ മീനിങ് അതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയെന്നാണ്. അല്ല എന്തല്ല, 0-യേക്കാളും ചെറിയ വാല്യൂ എന്ന് അല്ല. ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ? ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ചെറിയ ചെറിയ കോൺസെപ്റ്റുകൾ മുന്നോട്ട് കയറി വരുമ്പോഴാണ് ഫിസിക്സിൻ്റെ ഒരു ഫീൽ കിട്ടുന്നത്. അപ്പോൾ ഫിസിക്സ് മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ ഫീൽ അനുസരിച്ച് പഠിക്കണം. ആ ഫീൽ ഉണ്ടാവണം എന്ത് ചെയ്യണം? നമുക്ക് കോൺസെപ്റ്റ് തറവാവണം. ആ കോൺസെപ്റ്റ് തറവാകുന്നതിനനുസരിച്ച് ക്വസ്റ്റ്യനും ചെയ്തു പോകണം. നമുക്ക് ആവശ്യം എന്താണ്? ക്വസ്റ്റ്യൻ ചെയ്യുക. നീറ്റ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ വരുന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആൻസർ ചെയ്യുന്നു. ഒറ്റ സെക്കൻഡിൽ നമ്മൾ പറയുന്നു ഇതാണ് ആൻസർ എന്ന് പറയുന്നു. അവിടെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ആ പ്രാക്ടീസ് ഉണ്ടാവണമെങ്കിൽ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ കോൺസെപ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അതിന് ശേഷമാണെങ്കിൽ നോട്ട് നോക്കുക. ആ നോട്ടിൽ ഇതെല്ലാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്കിനി ടോപ്പിക്കിലേക്ക് വരാം. ഇറ്റ് മേ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0. എന്ത് വാല്യൂ ഉണ്ടാവാം? 0 വാല്യൂ ഉണ്ടാവാം. 0 വാല്യൂ എപ്പോഴാണ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് പറയാം, സാർ ഞങ്ങൾക്ക് അറിയാം 0 വാല്യൂ എപ്പോഴാണ് ഉണ്ടാവുന്നത്. എങ്ങനെയാ എവിടെ ഉണ്ടാവുന്നത്? 0 വാല്യൂ എപ്പോഴാണ് ഉണ്ടാവണേ? നോക്കേ, നമ്മളെ ഗ്രാഫ് പേപ്പറാണ്. നമ്മളിന്ന് കുറേ ഗ്രാഫ് പേപ്പർ വരച്ചില്ലേ? തുടക്കം തൊട്ട് ഗ്രാഫ് പേപ്പറായിരുന്നു. സോ ഒരു ബോഡി ആണെങ്കിൽ എ എന്ന പൊസിഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു. കണ്ടോ, എ എന്ന പൊസിഷനിൽ നിന്നും ബോഡി സ്റ്റാർട്ട് ചെയ്തു. ബോഡി ഓടി 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 പോവുക. കണ്ടോ, അത് ബിയിൽ എത്തിച്ചേർന്നു. ഏത് പോയിന്റ് എത്തിച്ചേർന്നു? ബിയിൽ എത്തിച്ചേർന്നു. എന്നിട്ട് എന്ത് ചെയ്ത്? വീണ്ടും ഈ ബോഡി തിരിച്ചു വന്ന് എയിലേക്ക് തിരിച്ചു വന്നു. കണ്ടോ, ബോഡി സഞ്ചരിച്ചോ? സഞ്ചരിച്ച്. അത് എയിൽ നിന്ന് ബിയിൽ പോയി, അത് തിരിച്ച് വീണ്ടും എയിൽ വന്നു. അപ്പോൾ എയുടെ പോയിന്റ് 3 ആണ്, ബി എന്ന പോയിന്റ് 6 ആണ്.
സോ വാട്ട് ഈസ് ദ ഇനീഷ്യൽ പോയിന്റ്? നമ്മൾ പറയും സാർ ഇനീഷ്യൽ പോയിന്റ് ഏതാണ്? എ ആണ്. അവിടെ എത്രയാണ്? 3 ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. സോ ഫൈനൽ പൊസിഷൻ എത്രയാണ്? നമ്മൾ പറയും ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 3 ആണ്. കാര്യം ബോഡി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തി, പിന്നെ തിരിച്ച് ഇവിടെ തന്നെ വന്നു. സോ ഫൈനൽ പൊസിഷൻ 3 ആണ്. സോ നമ്മൾ പറയും 3 ആണ് സാർ. ഞാൻ പറയും ശരിയാണ്. ഇനിഷ്യൽ പൊസിഷൻ എന്താണ്? അപ്പോൾ നിങ്ങൾ വീണ്ടും പറയും അതും 3 ആണ് സാർ. ഞാൻ പറയും ശരിയാണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര കിട്ടി കുഞ്ഞുങ്ങളെ? അത് 0 കിട്ടി. കണ്ടോ? ഡിസ്പ്ലേസ്മെൻറ്റിന് പോസിറ്റീവ് വാല്യൂ വരാം, നെഗറ്റീവ് വാല്യൂ വരാം, 0 വാല്യൂയും വരാം. ഓക്കെ സാർ, ഞങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയി. ഏത് കോൺസെപ്റ്റാണ്? ഡിസ്പ്ലേസ്മെൻറ്റിന് ഏതൊക്കെ വാല്യൂ വരാം? പോസിറ്റീവ് വാല്യൂ വരാം, നെഗറ്റീവ് വാല്യൂ വരാം, 0 വാല്യൂ വരാം. ഈ കോൺസെപ്റ്റ് ഞങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായി. ഓക്കെ, നമുക്ക് അടുത്ത പോകാൻ നോക്കാം. ഇറ്റ് ഈസ് ദ വെക്റ്റർ ഫോം. ഞാൻ പറഞ്ഞു ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? വെക്റ്ററാണ്. സോ വെക്റ്ററിനെ നമുക്ക് വരച്ച് കാണിക്കാം. വെക്റ്ററിനെ ഞാൻ ഇവിടെ വരച്ച് കാണിക്കുകയാണ്. നോക്കി കുഞ്ഞുങ്ങളെ, നോക്കിയിരിക്കണേ. എ എന്ന പൊസിഷനിൽ നിന്നും ബി എന്ന പൊസിഷനിലേക്ക് ഒരു ബോഡി സഞ്ചരിച്ചു. സോ വാട്ട് ഇസ് ദ ഇനിഷ്യൽ പൊസിഷൻ? എ ആണ്. വാട്ട് ഇസ് ദ ഫൈനൽ പൊസിഷൻ? ബി ആണ്. സോ വെക്റ്റർ വരയ്ക്കുമ്പോൾ, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ വരയ്ക്കുമ്പോൾ കണ്ടോ, വെക്റ്റർ നമുക്ക് വരച്ച് കാണിക്കാൻ കഴിയും. നമ്മൾ അതിനെപ്പറ്റി അടുത്ത ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് കേട്ടിരിക്കുക, വെക്റ്റർ ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. എവിടെ നിന്നും? ആ ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലേക്ക് ഇങ്ങനെ വരയ്ക്കണം. സോ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എവിടുന്നാണ് തുടങ്ങണേ? ഇനിഷ്യൽ പൊസിഷൻ തുടങ്ങും, എവിടെ അവസാനിക്കും? ഫൈനൽ പൊസിഷൻ അവസാനിക്കും. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഇതിൻ്റെ വാല്യൂ എത്രയാണ്? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, അതിൻ്റെ വാല്യൂ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. നമുക്കറിയാവുന്ന ഇക്വേഷൻ അല്ലേ? ഇക്വേഷൻ ഓർത്തിരിക്കണം. ഈ ഇക്വേഷൻ അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാകത്തുള്ളൂ. എന്താണ് അതിന് പോസിറ്റീവ് വാല്യൂ, നെഗറ്റീവ് വാല്യൂ, 0 വാല്യൂ ഉണ്ടാകുന്ന കോൺസെപ്റ്റ് ഇവിടെ നിന്നാണ് വന്നത്. ഓക്കെ, അടുത്തത്, ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ ഷിഫ്റ്റ് ഓഫ് പൊസിഷൻ ഓഫ് ദ ഒറിജിൻ ഓഫ് ദി കോർഡിനേറ്റ് ആക്സിസ്. അതായത് നോക്കിയിരിക്കുക കുഞ്ഞുങ്ങളെ, നോക്കിയിരിക്കുക. ഒരു ഗ്രാഫ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പറയും അതിൻ്റെ ഒറിജിൻ എന്ന് പറയണത് ഇതാണ്, ഇതാണ്, ഇതാണ് അല്ലേ? ഒറിജിൻ എപ്പോഴും ഇതാ എടുക്കുന്നത്. ഒരു ബോഡി ആണെങ്കിൽ എ എന്ന പോയിന്റിൽ നിന്നും സഞ്ചരിച്ചു ബി എന്ന പോയിന്റിൽ എത്തിച്ചേർന്നു. സോ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആൻസർ കിട്ടി, നമ്മൾ വിചാരിച്ചോ 6 എന്ന് വിചാരിച്ചോ. 6 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. മനസ്സിലായോ? സോ എ എന്ന പോയിന്റ് സഞ്ചരിച്ചത് ബിയിൽ എത്തിച്ചേർന്നു, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 6 മീറ്റർ ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ കോർഡിനേറ്റ്, അതിൻ്റെ ഒറിജിൻ എന്നാണെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പോണത്. സോ ഇതിൻ്റെ ഒറിജിൻ അങ്ങ് ചേഞ്ച് ചെയ്തു. ഇതിൻ്റെ ഒറിജിൻ ആണെങ്കിൽ ഞാനിപ്പോൾ ഒറിജിൻ മാറ്റി വെക്കാൻ പോവാണ്. ഇതാണ് ഒറിജിൻ, ഇതാണ് ഒറിജിൻ കണ്ടോ, ഇതാണ് ഒറിജിൻ. അങ്ങനെ ഒറിജിൻ മാറുമ്പോഴും എ എന്ന പൊസിഷനും ബി എന്ന പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ കോർഡിനേറ്റ് ആക്സിസിൻ്റെ ആണെങ്കിൽ ഒറിജിൻ ചേഞ്ചായി. ഇവിടെ ഒറിജിൻ ആണെങ്കിൽ ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഞാൻ പറയും ഇവിടെ നിന്നാണ് എല്ലാം മെഷർ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റും. എങ്ങനെയും ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണയാണെങ്കിൽ അങ്ങനെ ആരും ചെയ്യാറില്ല. നമ്മൾ ഇതിനെയാണ് നമ്മൾ ഒറിജിനായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് പോയിന്റ് ഒറിജിനായിട്ട് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഗ്രാഫ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ടില്ലേ? ഗ്രാഫ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ അവരിങ്ങനെ വരച്ചിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സോ ആക്ച്വലി ഒറിജിൻ ഇതായിരിക്കും. അവരിങ്ങനെ കുറേ വരച്ചിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഗ്രാഫ് പേപ്പർ ഇങ്ങനെ വരയ്ക്കും. അപ്പോൾ നമുക്ക് ഒറിജിൻ എവിടെയും വരയ്ക്കാൻ കഴിയും. സോ ഒറിജിൻ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചു. പക്ഷേ അതിൻ്റെ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷൻ ചേഞ്ച് ആയോ? ചേഞ്ച് ആയിട്ടില്ല അല്ലേ? ഇനിഷ്യൽ പൊസിഷൻ ഇപ്പോഴും എ ആണ്, ഫൈനൽ പൊസിഷൻ ഇപ്പോഴും ബി ആണ്. അപ്പോൾ ആര് ചേഞ്ച് ആയിട്ടില്ല? ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ചേഞ്ച് ആയിട്ടില്ല. അങ്ങനെയെങ്കിൽ അവയ്ക്കിടെയുള്ള ദൂരം ചേഞ്ച് ചെയ്യുമോ? അത് ചേഞ്ച് ചെയ്യത്തില്ല. സോ ആര് ചേഞ്ച് ചെയ്യത്തില്ല? ഡിസ്പ്ലേസ്മെൻറ്റ് ചേഞ്ച് ചെയ്യത്തില്ല. സോ ആര് മാറുന്നതനുസരിച്ച്, നമ്മളുടെ ഒറിജിൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ആർക്കും മാറ്റം ഉണ്ടാവുകയില്ല, ഡിസ്പ്ലേസ്മെൻറ്റിന് മാറ്റം ഉണ്ടാവുകയില്ല. It is not affected by the shifting of position of the origin of the coordinate axis. Coordinate axisൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഒറിജിൻ്റെ പൊസിഷൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ആർക്കും മാറ്റം ഉണ്ടാവുകയില്ല, ഡിസ്പ്ലേസ്മെൻറ്റിന് മാറ്റം ഉണ്ടാവുകയില്ല. ഓക്കെ, ഈ കാര്യം മനസ്സിലായി. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത് ഫോളോഡ് ബൈ ദ ഒബ്ജക്റ്റ്.
ഓക്കെ, ഇതെന്താണ് സാർ പറഞ്ഞു തരുന്നത്? ഇത് പറഞ്ഞു തരുന്നത് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ, ഇത്രയും ഉള്ളൂ. ഇവിടെയാണെങ്കിൽ എ എന്ന പൊസിഷനിൽ നിന്നും ബി എന്ന പൊസിഷനിലേക്ക് ഒരു ബോഡിക്ക് എത്തിച്ചേരണം. ഫോർ എക്സാമ്പിൾ, ഇത് നിങ്ങളുടെ വീടാണ്, ഇത് നിങ്ങളുടെ സ്കൂളാണ്. സോ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് സ്കൂളിലേക്ക് പോകണം. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പോവാം? നിങ്ങൾക്ക് ഇങ്ങനെ വഴി ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഇങ്ങനൊരു വഴി ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഇങ്ങനൊരു വഴി ഉണ്ടായിരിക്കും. അങ്ങനെ പല വഴിയിലൂടെ എന്ത് ചെയ്യാം? സ്കൂളിൽ എത്തിച്ചേരാം. അങ്ങനെ പല വഴിയിലൂടെ സ്കൂളിൽ എത്തിച്ചേർന്നാലും നിങ്ങളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും സെയിം തന്നെയായിരിക്കും. എ നിന്ന് ബിയിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അത് ചേഞ്ച് ചെയ്യുമോ? ഇല്ല. സോ ആര് മാറുന്നതനുസരിച്ച് നിങ്ങളുടെ പാത്ത് അല്ലെങ്കിൽ പാത പലതായിരിക്കാം. കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴി ചൂസ് ചെയ്യാം. പക്ഷേ ആര് മാറത്തില്ല? ഡിസ്പ്ലേസ്മെൻറ്റ് മാറത്തില്ല. അത് ഇനിഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ നമുക്കത് മനസ്സിലായല്ലോ. മനസ്സിലായി സാർ, നമുക്കത് മനസ്സിലായി. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഓബ്ജെക്ട് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ഫോളോഡ് ബൈ ദ ഓബ്ജെക്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ആർക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്? ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? പാത്ത് ഫോളോഡ് ബൈ ദ ഒബ്ജെക്ട്. ഒബ്ജെക്റ്റ് ഫോളോ ചെയ്ത പാത്തിനെ ആര് ഡിപ്പെൻഡ് ചെയ്യത്തില്ല? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അത് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇനിഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രമേ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അത് മനസ്സിലായി സാർ. നമുക്ക് ലാസ്റ്റ് പോയിന്റ് എന്താണ് സാറേ? ഇറ്റ് ഹാസ് യൂണിറ്റ് ഓഫ് ലെങ്ത്. ഡിസ്പ്ലേസ്മെൻറ്റ് ആരെ യൂണിറ്റ് ആണ്? ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണ്. എന്താണ് ലെങ്ത്തിൻ്റെ യൂണിറ്റ്? എന്താണ്? മീറ്റർ ആണ്. ഡയമെൻഷൻ എന്താണ്? എല്ലാം. സോ നമുക്ക് മനസ്സിലായി ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്. ഡിസ്പ്ലേസ്മെൻറ്റ് കോൺസെപ്റ്റ് നമുക്കിപ്പോൾ മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം അടുത്ത കോൺസെപ്റ്റ്. അടുത്ത കോൺസെപ്റ്റ് എന്തായിരുന്നു? അടുത്ത കോൺസെപ്റ്റ് ആയിരുന്നു ഡിസ്പ്ലേസ്മെൻറ്റ്. പഠിച്ചു കഴിഞ്ഞില്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ആശയം, ആ ഫീലിംഗ് കിട്ടിയോ? എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമ്മൾ പറയാൻ പോവുകയാണ് പാത്ത് ലെങ്ത് അതുപോലെ പൊസിഷൻ. സോ നമുക്ക് പാത്ത് ലെങ്തിനെ പറ്റി ചർച്ച ചെയ്യാം. എന്താണ് പാത്ത് ലെങ്ത്? സോ നമുക്ക് നോക്കാം പാത്ത് ലെങ്ത്. പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും സ്കൂളിലോട്ട് പോവുകയാണ്. നമ്മളെ സ്കൂളാണ്, ഇത് സ്കൂളാണ്, ഇത് നമ്മുടെ വീടാണ്, ഹോമാണ്. സോ ഞാനാണെങ്കിൽ ഈ ഒരു വഴി കൂടെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോണത്. സോ ഞാൻ ഈ സഞ്ചരിച്ച ഈ പാത്തിൻ്റെ ലെങ്ത്തിനെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ്. സോ എന്താ കുഞ്ഞുങ്ങൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതെന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ പാത്ത് കവേർഡ് ബൈ ദ ബോഡി. അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ് അഥവാ പാത്ത് ലെങ്ത്. സോ പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ആക്ച്വൽ പാത്ത് കവേർഡ് ബൈ ദ ബോഡി ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഈസ് കോൾഡ് ഡിസ്റ്റൻസ്. സോ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഇടയിൽ ആക്ച്വലി ബോഡി സഞ്ചരിച്ച ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ്. മനസ്സിലായോ? ആക്ച്വലി ഈ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാം, ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് ഡിസ്റ്റൻസ് എന്താണെന്ന്. ആ ഡിസ്റ്റൻസിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് പാത്ത് ലെങ്ത്. ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇതിന് പോസിറ്റീവ് വാല്യൂ വരാം, നെഗറ്റീവ് വാല്യൂ വന്നതിൻ്റെ മീനിങ് എന്താണ്? അത് പൂജ്യത്തിനേക്കാളും ചെറിയ വാല്യൂ എന്നാണ്. ഡിസ്റ്റൻസ് ഒരിക്കലും പൂജ്യത്തിനേക്കാളും ചെറുതാവുകയില്ല. കാര്യം ഡയറക്ഷൻ ഇല്ല. സ്കെയിലാർ ക്വാണ്ടിറ്റി ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല. സോ സ്കെയിലാർ ക്വാണ്ടിറ്റി ഡയറക്ഷൻ ഇല്ല. അപ്പോൾ നെഗറ്റീവ് സൈൻ വന്നു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? പൂജ്യത്തിനേക്കാളും ചെറുതാണ് വാല്യൂ. ലെങ്ത്തിന് ഒരിക്കലും പൂജ്യത്തിനേക്കാളും ചെറിയ വാല്യൂ ഉണ്ടാവുകയില്ല. സോ ഉറപ്പായിട്ടും പറയാം, ഡിസ്റ്റൻസ് എന്ത് വാല്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ? ഇറ്റ് മേ ബി പോസിറ്റീവ് വാല്യൂ ഉണ്ടാവാം, അല്ലെങ്കിൽ സീറോ വാല്യൂ എപ്പോഴാണ് ഉണ്ടാവുന്നത്? നോക്കാം. ഒരു ബോഡി ആണെങ്കിൽ ഇവിടെ അനങ്ങാതിരിക്കുകയാണ്, അത് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? അതിന് പാത്ത് ലെങ്ത് കാണിക്കും. സോ റെസ്റ്റിലാണെങ്കിലോ? അനങ്ങാവിടെ ഇരുന്ന് കഴിഞ്ഞാൽ റെസ്റ്റിലാണ്, അനങ്ങാവിടെ ഇരിക്കുകയാണ്, ബോഡി അനങ്ങാവിടെ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും പാത്ത് ലെങ്ത് 0 ആണ്. സഞ്ചരിച്ച പാതയുടെ ആക്ച്വൽ ലെങ്ത് 0 ആണ്. സോ പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് 0 ആകും എപ്പോൾ മാത്രം? അത് റെസ്റ്റിലാണെങ്കിൽ മാത്രം. ബോഡി റെസ്റ്റിലാണെങ്കിൽ, ഇഫ് ദ ഒബ്ജെക്ട് അറ്റ് റെസ്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ എപ്പോഴും എന്തായിട്ടും ഒരു പോസിറ്റീവ് വാല്യൂ തന്നെ തരും. എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, നെഗറ്റീവ് വാല്യൂ ഒരിക്കലും ഉണ്ടാവുകയില്ല. ബട്ട് നെവർ ബി നെഗറ്റീവ്. ഒരിക്കലും ഡിസ്റ്റൻസ് നെഗറ്റീവ് ആവുകയില്ല. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റോ അത് നെഗറ്റീവ് ആകും. എപ്പോഴാണ്? ബോഡി തിരിഞ്ഞ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആകും. ഓക്കെ,
ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. നോക്കാം അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? ഓക്കെ, അത് പറയാൻ കാരണം ഇതാണ് കുഞ്ഞുങ്ങളെ, ഏതാണ് ഇവിടെയാണെങ്കിൽ എ എന്നൊരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു ബി എന്നൊരു പോയിൻ്റ് ഉണ്ട്. എ എന്നൊരു പോയിന്റിൽ നിന്നും ഒരു ബോഡി സഞ്ചരിക്കുകയാണ്, ഒരു ബോഡി ഇങ്ങനെ സഞ്ചരിച്ച് അത് ബിയിൽ എത്തിച്ചേർന്നു. സോ വാട്ട് ഇസ് എ ഡിസ്റ്റൻസ്? അതാണ്ട് ഇത്രയും ആണ് ഡിസ്റ്റൻസ്, ഇത്രയാണ് പാത്ത് ലെങ്ത്. ഡിസ്പ്ലേസ്മെൻറ്റോ, ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ബിറ്റ്വീൻ 2 points. അപ്പോൾ ആരായിരിക്കും വലുത്? ഉറപ്പായിട്ടും ഡിസ്റ്റൻസിൻ്റെ വാല്യൂ എപ്പോഴും ആരേക്കാളും വലുതായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാളും വലുതായിരിക്കും. പക്ഷെ ചില കേസിൽ ഇത് രണ്ടും ഈക്വൽ ആകും. ഫോർ എക്സാമ്പിൾ, ബോഡി സഞ്ചരിച്ചതും ഇങ്ങനെ തന്നെയാണ്. എയിൽ നിന്ന് ബിയിലേക്ക് ബോഡി ഇങ്ങനെയാണ് സഞ്ചരിച്ചത്. അപ്പോൾ ഇവിടെ ആരും ഒരേ കണക്കാണ്, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ കണക്കാണ്. അപ്പോൾ ആരും ഈക്വലാണ്, ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വലാണ്. ബോഡി സ്ട്രെയിറ്റ് ലൈനാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മൾ പറയും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വലാണ്. സോ നമുക്ക് രണ്ട് കാര്യം പഠിച്ചു. ഇവിടെയാണെങ്കിൽ ആര് വലുതായിരുന്നു? ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയണത്, ഡിസ്റ്റൻസ് വലുതാണ് ആരെക്കാളും? ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാളും. ഇവിടെയാണെങ്കിലോ, ഇവിടെ ഡിസ്റ്റൻസ് ഈക്വലാണ് ആർക്ക്? ഡിസ്പ്ലേസ്മെൻറ്റിന്. സോ ചേർത്ത് പറഞ്ഞു നോക്കേ, ഡിസ്റ്റൻസ് എന്ന് പറയണത് ഒന്നുകിൽ വലുതായിരിക്കാം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കാം ആർക്ക്? ഡിസ്പ്ലേസ്മെൻറ്റിന്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതും മനസ്സിലായി സാർ, ഞങ്ങൾക്ക് അതും മനസ്സിലായി. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വലുതോ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും ആർക്ക്? ഡിസ്പ്ലേസ്മെൻറ്റിന്. ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, അടുത്ത് നോക്കേ, ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, ബോഡി നേരെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഇൻ വൺ ഡയറക്ഷൻ, ഒരേ ഡയറക്ഷനാണ് സഞ്ചരിക്കുന്നത്. നോക്കണം, സ്ട്രെയിറ്റ് ലൈൻ മോഷനിലാണെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഒറ്റ ഡയറക്ഷൻ സഞ്ചരിക്കാവൂ. തിരിച്ചു വന്നു കഴിഞ്ഞാലോ, തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആര് കുറഞ്ഞു വരും? ഡിസ്പ്ലേസ്മെൻറ്റ് കുറഞ്ഞു വരും. ഞാനീ പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ, ഇവിടെ 0, 1, 2, 3. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 3 ആണ്. ഇനിയാണെങ്കിൽ ബോഡി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബോഡി ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോവുകയാണ്. സോ ഇനിഷ്യൽ പൊസിഷൻ ഇത്, ഫൈനൽ പൊസിഷൻ ഇത്. 2 - 0, 2 ആയിട്ട് മാറി. നേരത്തെ 3 ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്നതനുസരിച്ച് ആര് കുറഞ്ഞുകൊണ്ടിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കുറഞ്ഞ് ഇവിടെ തന്നെ വന്നാലോ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, ഇഫ് എ ബോഡി ഇൻ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ സഞ്ചരിക്കണം, അത് എങ്ങനെയായിരിക്കണം? ഇൻ വൺ ഡയറക്ഷൻ, ഒരു ഡയറക്ഷൻ തന്നെ ആയിരിക്കണം, ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കണം, തിരിച്ചു വരാൻ പാടില്ല. തിരിച്ചു വന്നാൽ ആര് കുറഞ്ഞുകൊണ്ടിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് കുറയും. പക്ഷേ ഡിസ്റ്റൻസ് കുറയുമോ? ഇല്ല, ഡിസ്റ്റൻസ് കുറയത്തില്ല. ബോഡി ഇവിടെ പോയി ഇവിടെ സഞ്ചരിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആര് ചേഞ്ച് ചെയ്യത്തില്ല, ആര് കുറയത്തില്ല? ഡിസ്റ്റൻസ് കുറയത്തില്ല. പക്ഷെ ആര് കുറയും? ഡിസ്പ്ലേസ്മെൻറ്റ് കുറഞ്ഞു വരും. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, എ എന്ന പോയിന്റിൽ നിന്ന് ബിയിൽ എത്തിച്ചേർന്നു, പിന്നെ അത് സിയിൽ എത്തിച്ചേർന്നു. അങ്ങനെയെങ്കിൽ ഡിസ്റ്റൻസ് എത്രയാണ്? നമ്മൾ പറയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ എത്രയാണ്? 3 ആണ്. പിന്നെ എത്ര സഞ്ചരിച്ചു? 1 കൂടെ സഞ്ചരിച്ചു. 3 × 1 = 4. ശരിയാണോ? ഇത് 1, 2, 3, വീണ്ടും 1 കൂടെ സഞ്ചരിച്ചു, 4. സോ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് 4 ആണ്, 4 മീറ്റർ ആണ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ആണെങ്കിലോ, ഇനിഷ്യൽ പൊസിഷൻ ഏതാണ്? 0. ഫൈനൽ പൊസിഷൻ എത്രയാണ്? 2. അപ്പം 2 - 0 എത്രയാണ്? 2 - 0 2 മീറ്റർ. മനസ്സിലായോ? അപ്പോൾ ആരാണ് വലുത് ഇവിടെ? തിരിച്ചു സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് വലുതായിട്ട് മാറും, ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? സോ തിരിഞ്ഞു വരാൻ പാടില്ല, ഒരേ ഡയറക്ഷനിൽ നേരെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആയിരിക്കും. ഇൻ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഇൻ വൺ ഡയറക്ഷൻ, ഡിസ്റ്റൻസ് ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ഈക്വൽ. കാര്യം മനസ്സിലായോ? ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. Distance traveled between 2 positions give the length of actual path while displacement is the length of a unique path. നോക്കാം അതെന്താണ് പറയുന്നത്. ഇവിടെയാണെങ്കിൽ എ എന്നൊരു പോയിന്റിൽ നിന്നും ഇവിടെയാണെങ്കിൽ എ എന്നൊരു പോയിന്റിൽ നിന്നും ബി എന്നൊരു പോയിന്റിലേക്ക് ബോഡി ട്രാവൽ ചെയ്യുകയാണ്. അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. നിങ്ങൾക്ക് വേറെ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കാൻ കഴിയുകയില്ല. ഇതല്ലാതെ മറ്റൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ? ഇല്ല. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? യുണീക്കാണ്. പക്ഷേ
ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അങ്ങനെയാണോ? അല്ല. ബോഡിക്ക് എങ്ങനെ വേണമെങ്കിലും സഞ്ചരിച്ച് എവിടെ എത്തിച്ചേരാം? ബിയിൽ എത്തിച്ചേരാം. സോ പല രീതിയിൽ എന്ത് ചെയ്യാം? ബോഡിക്ക് സഞ്ചരിച്ച് ബിയിൽ എത്തിച്ചേരാൻ കഴിയും. അത് യുണീക്കാണോ? അല്ല. പക്ഷെ ആ യുണീക്കായിരിക്കും 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റിന് ഒരൊറ്റ വാല്യൂ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഡിസ്റ്റൻസ് ആണെങ്കിലോ പല വാല്യൂസ് ഉണ്ടാകാം. സോ അതാണ് വലിയ കാര്യമുള്ള ടോപ്പിക്കൊന്നും അല്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് അവസാനത്തെ പോയിൻ്റാണ്. ഫോർ എ മൂവിങ് പാർട്ടിക്കിൾ, ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റൻസ് നെവർ ഡിക്രീസ് വിത്ത് ടൈം. ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ബോഡി ആണെങ്കിൽ എ എന്ന പോയിന്റിൽ നിന്നും സഞ്ചരിച്ച് ബിയിൽ എത്തിച്ചേർന്നു. വീണ്ടും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആര് കൂടത്തേ ഉള്ളൂ? ഡിസ്റ്റൻസ് കൂടത്തേ ഉള്ളൂ. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് കുറഞ്ഞു വരും. അപ്പോൾ ഓക്കെ, ഫോർ എ മൂവിങ് പാർട്ടിക്കിൾ, ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് നെവർ ഡിക്രീസ് വിത്ത് ടൈം, ഡിസ്റ്റൻസ് ഒരിക്കലും സമയം അനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കത്തില്ല, അത് കൂടത്തേ ഉള്ളൂ. മനസ്സിലായോ? സോ ഇതാണ് പാത്ത് ലെങ്ത് അഥവാ ഡിസ്റ്റൻസിനെ പറ്റിയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി കാണും. അങ്ങനെയെങ്കിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. ഈ സിറ്റുവേഷനിൽ ഡിസ്റ്റൻസ് എത്രയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് നിങ്ങൾ പറയണം. സോ ഈ വീഡിയോ നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യും. അങ്ങനെ ഈ ഒരു കോൺസെപ്റ്റ് ഈ വീഡിയോ നമ്മൾ തറവായിട്ട് പഠിക്കും. സോ ഓരോ വീഡിയോയിൽ നമ്മൾ ഓരോ കോൺസെപ്റ്റും തറവായിട്ട് പഠിക്കും, അതിൻ്റെ ട്രിക്കുകൾ മനസ്സിലാക്കും. അങ്ങനെ ട്രിക്ക് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ ഓരോ ചാപ്റ്ററും സെറ്റാക്കി പോകും. ഓക്കെ ആണോ? സോ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കാണുക. ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെയുള്ള ഡൗട്ട് സെക്ഷൻ ചോദിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ഏത് ഡൗട്ടായാലും ഏത് സമയത്തായാലും ഉറപ്പായിട്ടും അതിന് ആൻസർ തരുന്നതായിരിക്കും. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് കോൺസെപ്റ്റ് മനസ്സിലായി കാണും. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന അറിയാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റാണ്. ഓക്കെ, ഒരു ജസ്റ്റ് ടെസ്റ്റായിട്ട് കണ്ടാൽ മതി. ഇപ്പോൾ ടെസ്റ്റായിട്ട് തന്നെ കാണണം, കാരണം ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് ആൻസർ പറയാൻ ശ്രമിക്കണം. സോ ഇതൊരു സെമി സർക്കിളാണ് കേട്ടോ, ഇതൊരു സെമി സർക്കിളാണ്. സെമി സർക്കിൾ വരയ്ക്കാം. ഇതൊരു സെമി സർക്കിളാണ്. ബോഡി ആണെങ്കിൽ എ എന്ന പോയിന്റിൽ നിന്നും ഓടി ബി എന്ന പോയിന്റിൽ എത്തിച്ചേർന്നു. ഈ സെമി സർക്കിളിൻ്റെ ആണെങ്കിൽ റേഡിയസ് ഉണ്ട്, 6 ആണ് അതിൻ്റെ റേഡിയസ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാകും കുഞ്ഞുങ്ങളെ? ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? നമ്മൾ പറയും, സാർ ഇത് ഫൈനൽ പൊസിഷനാണ്, സാർ ഇത് ഇനിഷ്യൽ പൊസിഷനാണ്. ഫൈനൽ പൊസിഷൻ ഇനിഷ്യൽ പൊസിഷനിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് R ആണ് സാർ. സോ R+R എന്ന് പറഞ്ഞാൽ 2R ആണ് സാർ. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് സാർ? 2R ആണെന്ന് നിങ്ങൾ പറയത്തില്ലേ? പറയുമോ? ഓക്കെ, സെമി സർക്കിളാണ്, റേഡിയസ് R ആണ്. സോ ഇവിടെയും റേഡിയസ് ഉണ്ട്, R ആണ്. R+R എത്രയാണ്? 2R ആണ്. സോ ഈ എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്രയാണ്? അത് 2R ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് 2R ആണ്. ഡിസ്റ്റൻസ് ആണെങ്കിലോ അപ്പോൾ നിങ്ങൾ പറയും, സാർ ഇത് സെമി സർക്കിളാണ്, സർക്കിളിൻ്റെ പകുതിയാണ്. ഫുൾ സർക്കിൾ ആയിരുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞേനെ സാർ അത് 2πr ആണെന്ന് പറഞ്ഞേനെ. സോ ഡിസ്റ്റൻസ്. സോ എനിക്ക് വേണ്ടുന്നത് ഈ ബോഡി സഞ്ചരിച്ച ഈ പാത്തിൻ്റെ ലെങ്ത് ആണ്. സോ ഫുൾ സർക്കിളാണ് നിങ്ങൾ എന്ത് പറഞ്ഞേനെ? 2πr എന്ന് പറഞ്ഞേനെ. ഇതിൻ്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞേനെ. അത് ഫുള്ളുണ്ടോ? ഇല്ല, പകുതിയേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇവിടം വരെ സഞ്ചരിച്ചുള്ളൂ. അപ്പോൾ 2πrൻ്റെ പകുതി, 2πrൻ്റെ പകുതി എത്രയാ? πr ആണ് സാർ. നിങ്ങൾ പറയും അത് πr ആണ് സാർ. പറയത്തില്ലേ? പറയും. സോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാനിനി മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. സിമ്പിൾ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. കാര്യം കുഞ്ഞു പിള്ളേരാണ്, കുഞ്ഞുങ്ങളുടെ അടുത്ത് കുഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. എൻ്റെ കയ്യിലൊരു കല്ലുണ്ട്. ഞാൻ ഈ കല്ലിനെ പൊക്കി മുകളിലേക്ക് എറിഞ്ഞു. അത് h ദൂരം ട്രാവൽ ചെയ്തു. കണ്ടോ? എത്ര ഹൈറ്റ് ട്രാവൽ ചെയ്തു? h ഹൈറ്റ് ട്രാവൽ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്ത്? കല്ല് നേരെ താഴെ വന്ന് വീണു. കണ്ടോ? കല്ല് നേരെ മുകളിൽ പോയി നേരെ താഴെ വന്ന് വീണു. അല്ലെങ്കിൽ ഞാൻ മുകളിലേക്ക് എടുത്തെറിഞ്ഞു, ക്യാച്ച് ചെയ്തു. കണ്ടോ? മുകളിലേക്ക് എടുത്തെറിഞ്ഞു, ഞാനതിനെ ക്യാച്ച് ചെയ്തു. സോ എൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് എത്രയാണ്? ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആകെ ട്രാവൽ ചെയ്ത പാത്തിൻ്റെ ലെങ്ത് ആണ്. അങ്ങോട്ട് h പോയി, ഇങ്ങോട്ട് h വന്നു. സോ h+h എത്രയാണ്? h+h എത്രയാണ്? 2h ആണ് സാർ എന്ന് പറയും. നിങ്ങൾ പറയത്തില്ലേ? പറയും. ഡിസ്പ്ലേസ്മെൻറ്റോ കുഞ്ഞുങ്ങളെ?
ഡിസ്പ്ലേസ്മെൻറ്റോ? സോ കല്ല് മുകളിലോട്ട് പോയി, മുകളിൽ പോയി, താഴെ വന്ന് വീണു. സോ വാട്ട് ഈസ് ദ ഇനിഷ്യൽ പൊസിഷൻ? ഇവിടുന്ന് തുടങ്ങി, ഫൈനൽ പൊസിഷൻ അവിടെ തന്നെ ആയിരുന്നു. സോ ഡിസ്പ്ലേസ്മെൻറ്റ് മാറി, 0 ആയിട്ട് മാറി. കണ്ടോ, ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. പക്ഷെ എന്തുണ്ടായിരുന്നു? ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊരു കെട്ടിടമാണ് കേട്ടോ, ഇതൊരു ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ h ഹൈറ്റ് ആണ്. എത്ര ഹൈറ്റ് ഉണ്ട്? h ഹൈറ്റ് ഉണ്ട്. ഞാനാണെങ്കിൽ ഒരു കല്ലിനെടുത്ത് എറിയാൻ പോവുകയാണ്. കല്ല് ഇവിടെ തെറിഞ്ഞു, ഇങ്ങനെ കല്ല് മുകളിൽ പോയി നേരെ താഴെ വന്ന് വീണു. കണ്ടോ, കല്ല് ഇവിടെ നിന്ന് എടുത്തെറിഞ്ഞു, അത് ഇങ്ങനെ പോയി ഇവിടെ വന്ന് വീണു. എത്ര ദൂരം മുകളിൽ പോയി? അത് x ദൂരം മുകളിൽ പോയി. കണ്ടോ, കെട്ടിടത്തിൽ നിന്നും x ദൂരം മുകളിൽ പോയി. അങ്ങനെയെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഡിസ്റ്റൻസ് എത്രയാണ്? കല്ലിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഡിസ്റ്റൻസ് എത്രയാണ്? സോ നിങ്ങൾ പറയും, സാർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ വരെ പോയി സാർ x പോയായിരുന്നു, ഇവിടുന്ന് ഇവിടെ വരെ പോയി x പോയായിരുന്നു, ഇവിടെ പോയിട്ട് ഇവിടെ എത്തിച്ചേർന്നു. ഉണ്ടോ, ഇവിടെ പോയിട്ട് ഇവിടെ എത്തി. സോ x ദൂരം പോയി, ഇവിടുന്ന് ഇവിടം വരെ x ആയിരുന്നു, ഇവിടുന്ന് ഇവിടം വരെ എത്തി, അതും x ആണ്. സാർ വീണ്ടും x ദൂരം ട്രാവൽ ചെയ്തു. ഇവിടെ നിന്നും ഇവിടെ വീണു, എത്ര ദൂരം ട്രാവൽ ചെയ്തു? h ദൂരം ട്രാവൽ ചെയ്തു. സോ ഞാൻ പറയും, സാർ അത് 2x ഉണ്ട്, x പ്ലസ് എക്സ് 2x പ്ലസ് h ദൂരം ട്രാവൽ ചെയ്തു. സോ ദിസ് ഈസ് ദ ഡിസ്റ്റൻസ്. മനസ്സിലായോ? സോ ഇവിടെ നിന്നിട്ട് ഇവിടം വരെ എന്തായിരുന്നു? x ആയിരുന്നു. ഇവിടെ നിന്നിട്ട് ഇവിടം വരെയാണ്, അതും x ആണ്. പിന്നെ ഇത് എത്രയാണ്? അത് h ആണ്. സോ x പ്ലസ് h. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിലോ? ഡിസ്പ്ലേസ്മെൻറ്റ് ഇനിഷ്യൽ പൊസിഷൻ, ഇതാണ് ഇനിഷ്യൽ പൊസിഷൻ, ഇതാണ് ഫൈനൽ പൊസിഷൻ. ഇനിഷ്യൽ പൊസിഷൻ, ഫൈനൽ പൊസിഷൻ തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്രയാണ്? h ആണ്. എത്രയാണത്? h ആണ്. ഇത്രയും കാര്യം മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി സാർ. അങ്ങനെയെങ്കിൽ ഞാനൊരു കിടുക്കാച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. കുഞ്ഞു ക്വസ്റ്റ്യൻ ആട്ടോ, പേടിക്കൊന്നും വേണ്ട. കുഞ്ഞി പിള്ളേരുടെ അടുത്ത് കുഞ്ഞു ക്വസ്റ്റ്യനെ ചോദിക്കത്തുള്ളൂ. കണ്ടോ, ഇതൊരു ചരിവാണ്, ഇത് x ആണ്. ഇവിടുന്നൊരു ബ്ലോക്ക്, ഒരു കട്ട നിരങ്ങി ഇവിടെ എത്തി. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? ഓക്കെ, ഒരിക്കലും പറഞ്ഞാൽ x എന്ന് പറഞ്ഞു കളയരുത്. കാര്യം എക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നോക്ക്, ഇതാണ് ഇനിഷ്യൽ പൊസിഷൻ, ഇതാണ് ഫൈനൽ പൊസിഷൻ. മനസ്സിലായോ? ബോഡി ഇങ്ങനെയാണ് മൂവ് ചെയ്തത്, സ്ട്രെയിറ്റ് ലൈനിലാണ് ബോഡി മൂവ് ചെയ്തത്. നമ്മൾ പറയും ഇവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആണ്. സോ ഡിസ്റ്റൻസ് ആർക്ക് സെയിം ആണ്? ഡിസ്പ്ലേസ്മെൻറ്റിന് സെയിം ആണ്. രണ്ടും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആണ്. ഇനി എത്രയാണത്? ഇതാണ് സാർ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ പറയുകയാണ് അതിനെ എ എന്ന് പറയാൻ പോവാണ്. സോ എനിക്ക് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ട്രയാങ്കിളിനകത്ത് എങ്ങനെയാണ് എ കണ്ടുപിടിക്കേണ്ടത്? നമുക്കറിയാം. നോക്ക്, ഈ ട്രയാങ്കിളിനകത്താണെങ്കിൽ തീറ്റയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് സൈനാണ്. ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസൻറ്റ് സൈഡ്, ഹൈപ്പോട്ടനൂസ്. സോ ഞാനാണെങ്കിൽ ഇവിടെ കോസ് തീറ്റ എടുക്കാൻ പോവുകയാണ്. കോസ് തീറ്റ. കാര്യം എനിക്ക് ഹൈപ്പോട്ടനൂസ് വേണം, അഡ്ജസൻറ്റ് സൈഡ് തന്നിട്ടുണ്ട്. സോ കോസ് തീറ്റ എന്താണ്? കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് എത്രയാണ്? എക്സ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. മനസ്സിലാവുണ്ടോ? നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ കോസ് തീറ്റ. നമുക്ക് എന്ത് കിട്ടി? നമുക്ക് എയിൻ്റെ വാല്യൂ കിട്ടി. മനസ്സിലായോ? സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഞാനൊരു ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പോവുകയാണ്. അത് ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ടെസ്റ്റാണ്. സോ ഒരു സർക്കിളുണ്ട് കേട്ടോ, ഇതൊരു സർക്കിളാണ്. എ എന്നൊരു പോയിൻ്റ് ഉണ്ട്. അവിടുന്ന് ഒരു ബോഡി ഇങ്ങനെ സഞ്ചരിച്ച് അത് ബി എന്നൊരു പോയിന്റിൽ എത്തിച്ചേർന്നു.
റേഡിയസ് ഒക്കെ ഉണ്ട് കുഞ്ഞുങ്ങളെ, റേഡിയസ് ഒക്കെ ഉണ്ട്. ആറാണ് റേഡിയസ്. ഈ ആംഗിളാണ് തീറ്റ. എത്രയാണ്? തീറ്റ. അങ്ങനെയെങ്കിൽ എത്രയാണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്? എത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്? എത്രയാണ് ഡിസ്റ്റൻസ്? സോ ബോഡി എങ്ങനെ സഞ്ചരിച്ചേ? ബോഡി ഇങ്ങനെ സഞ്ചരിച്ചു. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഡിസ്റ്റൻസ് എത്രയാണ്? ഓക്കെ. സോ എനിക്കറിയാം തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത്. ഞാൻ പറയാണ് ആർക്ക് ലെങ്ത് ആണ് ഇത് അല്ലേ? ആർക്ക് ലെങ്ത് എ ഡിവൈഡ് ബൈ റേഡിയസ്. മനസ്സിലായോ? തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ്. സോ നമുക്ക് എന്താ വേണ്ടുന്നത്? എ ആണ് വേണ്ടുന്നത്. എ വിച്ച് ഈസ് ഈക്വൽ ടു ആർ തീറ്റ. സോ എനിക്ക് എന്ത് കണ്ടുപിടിച്ചു? എന്ത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു? നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. എന്ത് വേണം? ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. സോ ഏതാ ഡിസ്പ്ലേസ്മെൻറ്റ്? സാർ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. നിങ്ങൾ പറയും സാർ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ശരിയല്ലേ? നമുക്ക് ഇനിഷ്യൽ പൊസിഷൻ ഇതാണ്, ഫൈനൽ പൊസിഷൻ ഇതാണ്. ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലേക്കുള്ള നേർരേഖാ ദൂരത്തിനെ വിളിക്കുന്ന പേരാണ്, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷേ ക്വസ്റ്റ്യൻ ഇതാണ്, സാർ ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് കുഞ്ഞുങ്ങളെ. കാരണം ട്രയാങ്കിൾ ഉണ്ട്, ഒരു ആംഗിൾ ഉണ്ട്, നമുക്ക് ട്രിഗണോമെട്രി യൂസ് ചെയ്യാം. നോക്ക്, ഞാൻ ചെയ്യാൻ പോകുന്ന നോക്കണേ. ഞാൻ ഇവനെ രണ്ടായിട്ട് മുറിക്കാൻ പോവുകയാണ്. സോ എത്ര ആംഗിളാണ്? ഇത് തീറ്റ ബൈ 2 ആണ്. സോ എത്രയാണ്? എനിക്ക് കണ്ടുപിടിക്കണം. ഞാൻ എക്സ് എന്ന് പറയാൻ പോവാണ്. എത്രയാണ്? എക്സ് ആണ്. സോ ഈ ആംഗിൾ എനിക്കറിയാം, ഓപ്പോസിറ്റ് സൈഡ് എനിക്കറിയാം. കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ സൈഡ് എനിക്കറിയാം. ഇത് എത്രയാണത്? 6 ആണ്, റേഡിയസ് ആണ്. സോ എക്സ് കണ്ടുപിടിക്കാമല്ലോ. സോ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയാം. നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് അല്ലേ, തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. സോ നമുക്ക് കണ്ടുപിടിക്കാം സൈൻ തീറ്റ. സൈൻ തീറ്റ എത്രയാണ്? തീറ്റ ബൈ 2 എന്ന് പറയണം അല്ലേ? ഈ ആംഗിൾ എത്രയാണത്? തീറ്റ ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എക്സ് ഡിവൈഡ് ബൈ അഡ്ജസറി ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 6. സോ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഇവിടെ കൊണ്ടുവന്നാൽ ആർ സൈൻ തീറ്റ ബൈ 2. സോ എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. കാര്യം ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നിട്ടുണ്ട്? തീറ്റ തന്നിട്ടുണ്ട്, 6 തന്നിട്ടുണ്ട്. നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിയില്ലേ? നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അല്ല, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെയും ഒരു എക്സ് ഉണ്ട്. സോ എക്സ് പ്ലസ് എക്സ് എത്രയാണ്? 2x ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു 2x വിച്ച് ഈസ് ഈക്വൽ ടു, ശരിയല്ലേ? ഇത് എക്സ് ഉണ്ട്, എക്സ് പ്ലസ് എക്സ് എത്രയാണ്? 2x. സോ 2x വിച്ച് ഈസ് ഈക്വൽ ടു 2r ഉണ്ടോ? ഇത് എക്സ് ആണെങ്കിൽ r സൈൻ തീറ്റ ബൈ 2 ആണ്. സോ 2x എത്രയായിരിക്കും? 2r സൈൻ തീറ്റ ബൈ 2. സോ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് ആൻസർ കിട്ടി. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ. കുഞ്ഞുങ്ങൾ, ഇതൊരു ഷോർട്ട് കട്ടാണ്. അതെന്താണ്? ഒരു ഷോർട്ട് കട്ടാണ്, ഒരു ട്രിക്കാണ്. ഓർത്ത് വെക്കണം. ഈ ട്രിക്ക് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. എന്താണ് ഈ ട്രിക്ക്? 2 ഈക്വൽ സൈഡ് ഉണ്ടോ? സൈഡ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇത് 6 ആണെങ്കിൽ ഇതും 6 ആയിരിക്കണം. ഉണ്ടോ? 2 ഈക്വൽ സൈഡ്. അവയ്ക്കിടയിൽ ഒരു ആംഗിൾ ഉണ്ട് തീറ്റ. അങ്ങനെയെങ്കിൽ ഈ 2 സൈഡുകൾക്കിടയിലുള്ള ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ് ആണ് നമുക്കിനി എക്സ് എന്ന് വിളിക്കാം. എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ 2x എന്തായിക്കോട്ടെ. എക്സ് നേരത്തെ എഴുതിയായിരുന്നു. സോ കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എക്സിനെ മാറ്റാൻ പോവാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ക്യൂ എന്ന് വിളിക്കാൻ പോവാണ്. ക്യൂ ഇറ്റ് ഇസ് എത്രയാണ്? ക്യൂ ആണ്. സോ ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു 2r സൈൻ തീറ്റ ബൈ 2 ആയിരിക്കും. ഇത് ഏത് കണ്ടീഷനിലാണ്? ഈ 2 സൈഡ് സെയിം ആയിരിക്കണം. അവയ്ക്കിടെ ഒരു ആംഗിൾ ഉണ്ട് തീറ്റ. അങ്ങനെയെങ്കിൽ മറ്റേ സൈഡ് എത്രയായിരിക്കും? ഇതായിരിക്കും. മനസ്സിലായോ? ട്രിക്കാണ്, ഓർത്തിരിക്കണം. ഓക്കെ. സോ നമുക്ക് ഡിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലായി, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലായി, പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലായി, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലായി. അതിൻ്റെ ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയാണെങ്കിൽ നമുക്ക് ചില MCQ ചെയ്യാം, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ല, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കുറച്ച് ക്വസ്റ്റൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആൻ അത്ലറ്റ് കംപ്ലീറ്റ്സ് 1 റൗണ്ട് ഓഫ് സർക്കുലർ ട്രാക്ക് ഓഫ് റേഡിയസ് r ഇൻ 20 സെക്കൻഡ്. അപ്പം 20 സെക്കൻഡ് കൊണ്ടാണെങ്കിൽ ഒരു സർക്കിള്
ഈ അത്ലറ്റ് കംപ്ലീറ്റ് ചെയ്യും. അതിൻ്റെ റേഡിയസ് എത്രയാണ്? റേഡിയസ് ആണ് R. സോ ഇവിടെ നിന്നാണ് അത്ലറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ കറങ്ങി ഇവിടെ വരാനായിട്ട് എത്ര സെക്കൻഡ് വരും? 20 സെക്കൻഡ് ആവശ്യമുണ്ട്. വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്, ഒരേ സ്പീഡിലാണ് പുള്ളി ഓടുന്നത്. വാട്ട് വിൽ ബി ദ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ദ എൻഡ് ഓഫ് 1 minute 10 seconds? സോ ഇവിടെയാണെങ്കിൽ 20 സെക്കൻഡ് എന്നും പറഞ്ഞ് ഇവിടെ മിനിറ്റിലും തന്നു. നമ്മൾ എന്ത് പറയണം? കള്ളക്കളി. കാര്യം ഇവിടെ സെക്കൻഡ് ആണെങ്കിൽ ഇവിടെ സെക്കൻഡ് ആയിരിക്കണം, ഇവിടെ മിനിറ്റിലാണ് പറഞ്ഞേക്കുന്നത്. സോ മിനിറ്റിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ മിനിറ്റിനെ ഞാൻ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. 1 minute എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡാണ്. അതിൻ്റെ കൂടെ എത്രയുണ്ട്? ഇനി 10 സെക്കൻഡും കൂടെ ഉണ്ട്. സോ ആകെ എത്ര സെക്കൻഡ് ഉണ്ട്? 70 സെക്കൻഡ്. സോ പുള്ളിക്കാരൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു റൗണ്ട് അടിച്ചു, 20 സെക്കൻഡായി. അടുത്ത റൗണ്ട് അടിച്ചു, 40 സെക്കൻഡായി. അടുത്ത റൗണ്ട് അടിച്ചു, 60 സെക്കൻഡായി. ഇനി അടുത്ത റൗണ്ട് അടിക്കാൻ എന്ത് ചെയ്യണം? 80 സെക്കൻഡ് ആവശ്യമുണ്ട്. പക്ഷേ എത്ര സെക്കൻഡ് നമ്മളെ ഉള്ളൂ? 70 സെക്കൻഡേ ഉള്ളൂ. സോ 60 സെക്കൻഡ് കഴിഞ്ഞു. സോ 3 റൗണ്ട് അടിച്ചപ്പോഴത്തേക്കും 60 സെക്കൻഡുകൾ കഴിഞ്ഞു പോയി. ഇനി എത്ര സെക്കൻഡേ ബാക്കിയുള്ളൂ? 10 സെക്കൻഡേ ബാക്കിയുള്ളൂ. അതായത് 10 സെക്കൻഡ് കൊണ്ട് 20 സെക്കൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഫുള്ള് കവർ ചെയ്യാമായിരുന്നു. പക്ഷേ 10 സെക്കൻഡേ ഉള്ളൂ. അപ്പം അയാൾക്ക് പകുതിയെ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ തുടങ്ങി അയാൾ ഇവിടെ എത്തിച്ചേർന്നു. ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയോ? ഇല്ല. ഫുള്ള് കവർ ചെയ്യണമെങ്കിൽ 20 സെക്കൻഡ് ആവശ്യമുണ്ടായിരുന്നു. സോ ആദ്യത്തെ 3 റൗണ്ട് അടിച്ചപ്പോഴത്തേക്കും 60 സെക്കൻഡ് ആവശ്യമായി വന്നു. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ആണെങ്കിൽ ഒരു അര റൗണ്ടും അടിച്ചു. അപ്പോഴത്തേക്കും അയാളെ ഇനിഷ്യൽ പൊസിഷൻ ഇതും ഫൈനൽ പൊസിഷൻ ഇതുമായിരുന്നു. സോ ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ് എത്രയാണ്? R + R 2R. സോ ആൻസർ എത്രയാണ്? 2R ആണ് ആൻസർ. കാര്യം മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് the numerical ratio of displacement is to distance covered is always. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിനേക്കാളും കുറവ് അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? the numerical ratio of displacement to distance. so displacement divided by distance എത്രയാണെന്നാണ്. നമുക്കറിയാം ഇത് വലുതാണ്. ഡിസ്റ്റൻസിൻ്റെ വാല്യൂ എപ്പോഴും വലുതായിരിക്കും. ആര് ചെറുതായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് ചെറുതായിരിക്കും, ഡിസ്റ്റൻസ് വലുതായിരിക്കും. അങ്ങനെയെങ്കിൽ ഒരു ഫ്രാക്ഷനാണിത്. ഫ്രാക്ഷൻ്റെ അടിയിൽ കിടക്കുന്ന വാല്യൂ വലുതും മുകളിൽ കിടക്കുന്ന വാല്യൂ ചെറുതുമാണ് എങ്കിൽ നമ്മൾ പറയും ഇത് എന്തായിരിക്കും? 1നേക്കാളും ചെറുതായിരിക്കും. മനസ്സിലായോ? ഇതിൻ്റെ വാല്യൂ 1നേക്കാളും ചെറുതായിരിക്കും. സോ ഒരു ഫ്രാക്ഷനകത്താണെങ്കിൽ ഡിനോമിനേറ്റർ ആണെങ്കിൽ വലുതും ന്യൂമറേറ്റർ ചെറുതുമാണെങ്കിൽ 1നേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും ഇതിന് കിട്ടുന്നത്. സോ നമുക്ക് 1നേക്കാളും ചെറുതായിരിക്കാം. ഇനി വേറെ കണ്ടീഷനുണ്ട്. ഒരു ബോഡി മൂവ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ്, അത് തിരിച്ചു വരുന്നില്ലെങ്കിലോ? നമുക്കറിയാം അതിൻ്റെ ഡിസ്റ്റൻസും അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആണ്. അപ്പോൾ ഇതും സെയിം ആയിരിക്കും. അപ്പം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും സെയിം ആണെങ്കിലോ വാല്യൂ എത്രയായിട്ട് വരും? 1 ആയിട്ട് വരും. സോ എന്തായിരിക്കാം? ഒന്നുകിലാണെങ്കിൽ ഈ വാല്യൂ 1 ഈക്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ 1നേക്കാളും ചെറുതായിരിക്കാം. സോ ആൻസർ ഏതാണ്? C ആണ്. മനസ്സിലായോ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ, ഗോസ് അലോങ് x axis അപ് ടു ദ പോയിന്റ് 20 meter 0. സോ എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ. ഇത് നമ്പർ ലൈൻ ആണ്. നമ്പർ ലൈനിൻ്റെ ഒറിജിനിൽ നിന്നും ഒരു പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്തു. കണ്ടോ? ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്തെ പറ്റുമെങ്കിൽ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പടവും കൂടെ സൈഡിൽ വരയ്ക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് തോന്നും. പിന്നീടാണെങ്കിൽ അത്രയും സമയം എടുക്കേണ്ട ആവശ്യം വരത്തില്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാനായിട്ട്. സോ വീണ്ടും വായിക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ. നമ്പർ ലൈൻ വരച്ചു. അതിൻ്റെ ഒറിജിനിൽ നിന്നും പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്തു. അതെന്ത് ചെയ്ത് എക്സ് ആക്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തിച്ചേർന്നു? 20 meter. 0 എക്സ് ആക്സ് നമുക്കറിയാം വായിക്കൊണ്ടിട്ട് 0 ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ എഴുതാം. നമ്മുടെ സമാധാനത്തിന് വേണമെങ്കിൽ എഴുതാം. അത് 0 ആണ് അല്ലേ? ഒറിജിനാണ്. സോ ഇവിടെ നിന്ന് എവിടെ എത്തി? ഇവിടെ എത്തി. ആൻഡ് റിട്ടേൺസ് എലോങ് ദ സെയിം ലൈൻ. എന്ത് ചെയ്ത്? തിരിച്ചു വന്നു. ഇറ്റ് വേ പോയിന്റ് -20 meter 0. അത് ഇവിടെ എത്തിച്ചേർന്നത് 0 ആണ്. 0 ബാക്കിലോട്ട് പോയി ഇല്ലേ? -20 meter 0 ഇവിടെ എത്തിച്ചേർന്നു. അത് നേരെ ഇവിടെ എത്തിച്ചേർന്നു.
സോ ഇവിടെ തുടങ്ങി ഇവിടെ എത്തി, പിന്നെ റിട്ടേൺ അടിച്ചു, ഇവിടെ എത്തിച്ചേർന്നു. The distance and displacement of the particle during trip will be, പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എത്തി. സോ 20 മീറ്റർ ഇവിടെ കവർ ചെയ്തു, പിന്നെ ഇവിടെ എത്തി. കണ്ടോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തി, വീണ്ടും 20 മീറ്റർ കവർ ചെയ്തു, പിന്നെ ഇവിടെ നിന്ന് ഇവിടെ എത്തി, വീണ്ടും 20 മീറ്റർ കവർ ചെയ്തു. ആകെ എത്രയായി? 60 മീറ്റർ ആയി. സോ 60 മീറ്റർ ആണ് എന്ത്? ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കും. ഇനിഷ്യൽ പൊസിഷൻ ഏതാണ്? ഇനിഷ്യൽ പൊസിഷൻ ഇതാണ്. ഇനിഷ്യൽ പൊസിഷൻ. ഫൈനൽ പൊസിഷൻ ഇതാണ്. ഫൈനൽ പൊസിഷൻ. സോ ഡിസ്പ്ലേസ്മെൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ. കണ്ടോ, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ ആണ്. സോ ഫൈനൽ പൊസിഷൻ എത്രയാണ്? -20 ആണ്. മൈനസ് ഇനിഷ്യൽ പൊസിഷൻ എത്രയാണ്? ഇനിഷ്യൽ പൊസിഷൻ 0 ആണ്. സോ -20 - 0 which is equal to -20 മീറ്റർ. സോ ആൻസർ എത്രയാണ്? 60 - 20. 60 - 20. ഓക്കെ ആണോ? നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5th ക്വസ്റ്റ്യൻ ആണ്. The distance and displacement covered by a body during theta radian angle along a circular path of radius r will be. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇതൊരു ആർക്കാണ്, ഒരു സർക്കുലർ പാത്താണെന്ന് ഇരിക്കോ. ഇതാണ് എ എന്ന പോയിന്റ്, ഇതൊരു ബി എന്ന പോയിന്റാണ്. ബോഡി ആണെങ്കിൽ ഈ ആർക്കിലൂടെ സഞ്ചരിക്കുകയാണ്. കണ്ടോ, ഈ ആർക്കിലൂടെ സഞ്ചരിക്കുകയാണ്. ഇതിൻ്റെ റേഡിയസ് ഉണ്ട്. എത്രയാണ് റേഡിയസ്? 6 ആണ് ഇതിൻ്റെ റേഡിയസ്. എത്ര ആംഗിളാണ് സഞ്ചരിച്ചേ? തീറ്റ റേഡിയനാണ് സഞ്ചരിച്ചത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്കറിയാം ഇതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തറിയാം? തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത്. എ ആണെന്ന് വിചാരിച്ചോ, ആർക്ക് ലെങ്ത് എ ആണെന്ന് വിചാരിച്ചോ. ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ്. സോ ആർക്ക് ലെങ്ത് നമുക്ക് എ ആണ് വേണ്ടുന്നത്, ഡിസ്റ്റൻസ് ആണ് വേണ്ടുന്നത്. സോ എ വിച്ച് ഈസ് ഈക്വൽ ടു ആർ തീറ്റ. നമുക്ക് ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് എന്ത് വേണം? ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. ഇനിഷ്യൽ പൊസിഷൻ ഇതാണ്, ഇത് ഫൈനൽ പൊസിഷനാണ്. ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ട്രിക്ക് പറഞ്ഞായിരുന്നു. 2 വെക്ടർ ഉണ്ട്, അല്ലെങ്കിൽ 2 ലൈനുണ്ട്. ആ 2 ലൈനും സെയിം ഡിസ്റ്റൻസ് ആണ്. ഇത് രണ്ടും സെയിം ഡിസ്റ്റൻസ് ആണ്. അവയ്ക്കിടയിൽ ഒരു ആംഗിൾ ഉണ്ട്, തീറ്റ. അങ്ങനെയെങ്കിൽ ഈ ലൈൻ എത്രയായിരിക്കും? അതെന്ന് പറഞ്ഞാൽ 2r sin θ/2 നമ്മൾ ഡെറൈവ് ചെയ്തായിരുന്നു. ഇതൊരു ഷോർട്ട് ട്രിക്കാണ്. സോ നമുക്ക് ആൻസർ കിട്ടി. എന്താണ്? സി. സി അല്ലേ? സി. സോ നമ്മൾ ഈ വീഡിയോയിലാണെങ്കിൽ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഈ 2 കോൺസെപ്റ്റും നല്ല തറവായിട്ട് പഠിച്ചു കഴിഞ്ഞു. ആക്ച്വലി നീറ്റ് എക്സാമിനേഷനിൽ ചോദിക്കുന്ന ഒരു സെക്ഷനൊന്നുമല്ല. പക്ഷേ ഈ സെക്ഷൻ മനസ്സിലായാൽ മാത്രമേ തുടർന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. താഴെയുള്ള നോട്ട് നോക്കുമല്ലോ. സോ ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.